ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ്. നമ്മുടെ ബികോം 6th സെമ്മിലെ ഒരു തിയറി പേപ്പറായ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസിന്റെ റിവിഷൻ ആണ്. നമുക്കറിയാം, നമുക്ക് ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻ, ആ ഒരു മൊഡ്യൂളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു റിവിഷൻ ആണ് നമ്മളിന്ന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന പോർഷൻസ് എല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നമ്മൾ കൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കി. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് അറ്റംപ്റ്റ്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം, അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. വൈ ഓഡിറ്റിംഗ് എന്നുള്ളത് ആക്ച്വലി നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ നമുക്ക് വാട്ട് ഈസ് ഓഡിറ്റിംഗ് ആൻഡ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വൈ ഓഡിറ്റിംഗ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ തിയറീസ് വായിക്കുമ്പോഴേക്കും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട അത്ര ഒരു ഡിഫിക്കൽട്ടി നമുക്ക് തോന്നില്ല. അപ്പം അതുകൊണ്ട് വൈ ഓഡിറ്റിംഗ് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരുന്നതിന് ശേഷം മാത്രം നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവുക. ദെൻ വാട്ട് ഈസ് ഓഡിറ്റിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻസ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 3 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു ഡെഫിനേഷൻ നമുക്ക് എടുത്ത് പഠിക്കാം. എല്ലാം വായിച്ചു വെച്ചിരിക്കണം, എന്നാലും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഒരു ഡെഫിനേഷൻ എടുത്ത് പഠിക്കാം. ദെൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓൾസോ 3 കൺസെപ്റ്റ്സ്, നമ്മുടെ ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി, പിന്നെ ഓഡിറ്റിംഗ്. ഈ 3 കൺസെപ്റ്റ്സ് തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനും കാര്യങ്ങളും അതിൻ്റെ തിയറീസ് ഒക്കെ നമുക്ക് നോക്കണം. ഓൾസോ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ്. അധികം നമ്മുടെ പ്രീവിയസ് ഇയർ അറ്റംപ്റ്റ്സിലൊന്നും ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്. ആൻഡ് ഓൾസോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്, വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ദെൻ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഓഡിറ്റ് വർക്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു ലിസ്റ്റ് ആണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ടീമിംഗ് ആൻഡ് ലാഡിംഗ്, ദെൻ കിറ്റിംഗ്. ഇങ്ങനെ 3 കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്, ഇൻഹെറന്റ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്, ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ, ടൈപ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റർ, ടാക്സ് ഓഡിറ്റ് എന്താണ്, പിന്നെ പെർഫോമൻസ് ഓഡിറ്റ് എന്താണ്, ടൈപ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിനകത്ത് പല ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ വരുന്നൊരു കാര്യങ്ങളായിരിക്കും. ടാക്സ് ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, ആൻഡ് ഓൾസോ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഓവർവ്യൂ. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഒരു ഓവർവ്യൂവും ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. ദെൻ ഫൈനലി റോൾ ഓഫ് AASB ഇൻ ഇന്ത്യ. അത് അത്യാവശ്യം അറ്റംപ്റ്റ്സിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി ചോദിക്കാവുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. സോ നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് കടക്കുമ്പോൾ വാട്ട് ഈസ് ഓഡിറ്റിംഗ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ വാട്ട് ഈസ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഓഡിറ്റിംഗ് എന്താണ് അല്ലെങ്കിൽ മീനിങ് ഓഫ് ഓഡിറ്റർ എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടില്ല. ജസ്റ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റിംഗ് എന്നൊരു വാക്ക്, ഈ ഓഡിറ്റിംഗ് എന്നൊരു വാക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ we have to understand what is auditing അല്ലേ. ഓക്കെ, ഓഡിറ്റിംഗ് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു എൻറ്റിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടൻസും അവരുടെ എംപ്ലോയീസും ചേർന്നിട്ട് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്? ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതിൻ്റെ യൂസേഴ്സിന്, അതിനെ ആ കമ്പനി അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിയെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ എൻറ്റിറ്റിയുടെ പെർഫോമൻസിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ
കമ്പനിക്ക് അതിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ്സ് ലോസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ മുന്നോട്ടുള്ള അതിൻ്റെ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ യൂസേഴ്സിന് ഇതുകൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ യൂസേഴ്സിന് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടുമ്പോൾ അതിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തമാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ലോ, അതൊരു നിയമം ആണ്. ഇപ്പം നമുക്ക് ലീഗലി എന്തെങ്കിലും എൻഫോഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലീഗലി വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടാവണം. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ്? അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഒന്ന് എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതായത് അതിനെ ഒന്ന് എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ടാണോ എൻ്റർ ചെയ്തിരിക്കുന്നത്, അതിൽ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള എറേഴ്സ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻസോ അല്ലെങ്കിൽ മിസ്സിങ്ങോ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് മിസ്സായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മാനിപ്പുലേഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് എക്സാമിൻ ചെയ്ത് അതിൻ്റെ ആ ഒരു ട്രൂത്ത്ഫുൾനെസ്, അതിൻ്റെ റിലയബിലിറ്റി എത്രത്തോളമാണ് എന്ന ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലാണ്, ഒരു തേർഡ് പാർട്ടിയാണ്, ഒരിക്കലും കമ്പനിക്കുള്ളിലുള്ള ഒരാൾ തന്നെ. കമ്പനിയുടെ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവർ ഈ ഒരു എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഭാഗമായിരിക്കും. അവർ തന്നെ പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ തന്നെ വാലുവേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം എന്താ പറയുക റിലയബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ ഒരു കാര്യങ്ങളിലൊക്കെ, ഈ ഒരു ഏരിയ ഓഫ് വർക്കിൽ അത്രയ്ക്കും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള, അത്രയ്ക്കും പ്രൊഫഷണലി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് ആ ആളാണ് ഈ പറഞ്ഞ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആ ആളുടെ പേരാണ്, ആ ഒരു ഒഫീഷ്യലിൻ്റെ പേരാണ് ഓഡിറ്റർ എന്നുള്ളത്. ആൻഡ് ഈ ഓഡിറ്റിംഗ് എന്നൊരു വാക്ക് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒഡീർ അല്ലെങ്കിൽ ഒഡാർ എന്നൊക്കെ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാറ്റിൻ വേർഡാണിത്. ലാറ്റിൻ വേർഡാണ്. ആൻഡ് ഇറ്റ് മീൻസ് ടു ഹിയർ, കേൾക്കുക എന്നുള്ളതാണ് അർത്ഥം. അതായത് ഈ ഓഡിറ്റിങ്ങും ഈ കേൾക്കുന്നതും തമ്മിൽ എന്താ ബന്ധം എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് അധികം ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഈ ഒരു ഓഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു എംപ്ലോയി അത് വായിച്ച് മറ്റൊരാളത് കേട്ട് ആ ഒരു ട്രാൻസാക്ഷന് കറക്റ്റാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ടൈമായിരുന്നു അത്. ആ ഒരു കാരണം കൊണ്ടാണ് ഒഡീർ എന്നൊരു വാക്ക് എടുത്ത് ഓഡിറ്റിംഗ് എന്നുള്ളൊരു പേര് ഈ ഒരു പ്രോസസ്സിന് വന്നത്. ഓഡിറ്റിങ്ങിനെ പറ്റി മീനിങ് ആയിട്ട് നമുക്ക് ഇതിൽ കൂടുതലായിട്ടൊന്നും പഠിക്കാനായിട്ടില്ല. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡെഫിനിഷനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 3 ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് മോൺഗമറിയുടെ ഡെഫിനിഷൻ, 2 സ്പൈസർ ആൻഡ് ബെഗ്ലർ, 3 നമ്മുടെ ICAയുടെ ഡെഫിനിഷൻ. ICAയുടെ ഡെഫിനിഷനിൽ നമുക്ക് പേഴ്സണലി ക്ലിക്ക് ഓൺ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്ന ഓഡിറ്റർ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈ ചെയ്യുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത് IC ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെഫിനിഷനിൽ നമുക്ക് ഒന്നും കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ആൻഡ് മാത്രമല്ല അത് എളുപ്പമാണ്, ഈസിയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടാണ് പഠിക്കാൻ പറ്റുന്നത്. ദെൻ ഈ മറ്റ് ഡെഫിനേഷൻസ് പഠിച്ചിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഏത് ഡെഫിനേഷനും ഡെഫിനേഷൻ നമുക്ക് സെൻറ്റൻസ് ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റില്ല. ആ ഒരു സെൻറ്റൻസ് തന്നെ നമ്മൾ പക്ക കോപ്പി പേസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസുകൾ ബൈഹാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻറ്റൻസിനെ കട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. നമുക്ക് ആ രീതിയിൽ ICAയുടെ ഡെഫിനേഷൻ പഠിക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിച്ചതായിരിക്കും, എന്നാലും നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. ICAയുടെ ഡെഫിനേഷനിൽ എന്താണ് പറയുന്നത്? ഓഡിറ്റിംഗ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. അതൊരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഒരു എക്സാമിനേഷൻ ആണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനെയാണ് ഇൻഡിപെൻഡൻ്റ്ലി എക്സാമിൻ ചെയ്യുന്നത്? ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി. എന്തിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ആരുടെയാണ്? എനി എൻറ്റിറ്റി, ഏത് എൻറ്റിറ്റി ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ്, ലീഗൽ ഫോം എന്തോ ആയിക്കോട്ടെ, ഏത് എൻറ്റിറ്റിക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. Okay, then auditing is an independent examination of financial information of any entity, whether it's profit oriented or not, and irrespective of its size and legal form. എന്തിനാണ് ഇങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് എന്നും ഈ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. When such an examination is conducted with a view
to express an opinion thereon. To express an opinion thereon. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ മേലുള്ള ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ നടത്തുന്നത് എന്നാണ് ICAR ഡെഫിനേഷനിൽ പറയുന്നത്. ഇപ്പോൾ ഈസി അല്ലേ? നമ്മൾ സെൻറ്റൻസ് കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓഡിറ്റിംഗ് ഇസ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എനി എൻറ്റിറ്റി വെദർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർ നോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ലീഗൽ ഫോം. എന്തിനു വേണ്ടിയിട്ടാണ്? വെൻ സച്ച് ആൻ എക്സാമിനേഷൻ ഇസ് കണ്ടക്റ്റഡ് ടു എന്തിനാണ്? വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് എന്നാണ്. ഓഡിറ്റിംഗ് എന്നൊരു പ്രോസസ്സിൻ്റെ ഫീച്ചർ, നേച്ചർ. നമുക്ക് ഡെഫിനിഷൻ പഠിച്ചതിൽ നിന്ന് തന്നെ, ഡെഫിനിഷനും അതിൻ്റെ മീനിങ്ങും ഒക്കെ പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് വളരെ ടു ദ പോയിന്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രമാണ്. ആൻഡ് എനിവേ നമ്മൾ ഈ കീവേഡ്സ് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് ഓൺ ലാംഗ്വേജിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കീവേഡ്സ് യൂസ് ചെയ്യുക. കീവേഡ്സ് യൂസ് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. വാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഈ കീവേഡ്സ് കാണുമ്പോൾ അവർ കൂടുതൽ വായിക്കാതെ എന്ത് ചെയ്യും? വാല്യൂ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഡെഫിനേഷൻ പഠിച്ചു, അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷൻ തന്നെയാണ്, ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്? സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ് ബൈ എ ക്വാളിഫൈഡ് പേഴ്സൺ. അപ്പോൾ നമ്മുടെ മോൺഗോമറിയുടെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ എന്നാണ് ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫീച്ചർ നോക്കിക്കേ, ഫീച്ചറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഒരു പ്രൊഫഷണൽ ആണ് ഈ ഒരു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആരാണ് നടത്തുന്നത്? ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ് നടത്തുന്നത്. അത് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ നേച്ചർ ആണ് ഓഡിറ്റിങ്ങിൻ്റെ. ഓക്കെ, ദെൻ ഓഡിറ്റിംഗ് എങ്ങനെയായിരിക്കണം കണ്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി കെയർഫുള്ളി പ്ലാൻഡ് ആൻഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. ഈ ഒരു ഓഡിറ്റിംഗ് വർക്ക് ഒരു കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള നല്ലൊരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒരു ലോജിക്കൽ സീക്വൻസിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നടന്നു വരേണ്ട ഒരു വർക്കാണ് ഓഡിറ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ ICAR ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചതുപോലെ ഓഡിറ്റിംഗ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്നുള്ളത് കീവേഡാണ്. നമ്മൾ ഫീച്ചേഴ്സ്, നേച്ചറിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഫീച്ചേഴ്സ് ചോദിച്ചാലും നേച്ചറിന് ചോദിച്ചാലും നമ്മൾ ഈ ഒരു ആൻസർ തന്നെയാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് എടുക്കേണ്ടത്. ദെൻ ഈ ഓഡിറ്റിംഗ് എന്തിനാണ് നടക്കുന്നതെന്ന് നമ്മൾ ICAR ഡെഫിനേഷനിൽ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്, ഈ ഒരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റർ has to collect and evaluate evidences. എന്തിനാണ് എവിഡൻസസ്? ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്കൗണ്ട്സ്, നമ്മുടെ റെക്കോർഡ്സ്, നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത്? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ കണ്ടുപിടിച്ച് ആ എവിഡൻസിൻ്റെ ഒരു റിലയബിലിറ്റി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് റിലയബിൾ ആണോ, ട്രൂത്ത്ഫുൾ ആണോ, കറക്റ്റ് ആണോ എന്ന് ഓഡിറ്റർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്ററിന് ഈ പറഞ്ഞ എവിഡൻസുകൾ എന്തും ആവാം, വൗച്ചേഴ്സ് ആവാം, റെസീപ്റ്റ്സ് ആവാം, മറ്റ് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ആവാം, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഒക്കെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എവിഡൻസുകൾ ഇവരെന്ത് ചെയ്യണം? ഓഡിറ്റർ കളക്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒപ്പീനിയൻ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു എന്തിനാണ് ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്? ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ. എന്തിനു മേലാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ്, നമ്മുടെ പെർഫോമൻസിൻ്റെ ഒക്കെ ബേസിലുള്ള ഒരു ഒപ്പീനിയൻ ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒപ്പീനിയൻ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ കമ്പനിക്കാണെങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റഡ് ആണ്, ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇതാണ് ആ ഓഡിറ്റ് ചെയ്തതിൻ്റെ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂസറിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റ് വേണമല്ലോ. ആ ഒരു ഫോർമാറ്റാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്? അപ്പോൾ ഈ ഒപ്പീനിയൻ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒപ്പീനിയൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. ആൻഡ്
സ്കോപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് നമുക്ക് ഇൻ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. എന്നാലും ഇവിടെ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഡിറ്ററിന്റെ സ്കോപ്പ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് വർക്കിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ബുക്സ്, അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് ടു ആ ഒരു പ്രോസസ്സ് തൊട്ട് റിവ്യൂ ഓപ്പറേഷൻസ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ, ഇത് തൊട്ട് ഇതുവരെ ഇന്ന കാര്യങ്ങളിലെല്ലാം ഈ ഒരു എക്സാമിനേഷനിൽ തുടങ്ങി റിവ്യൂവിൽ വരെ നിൽക്കുന്ന ഒരു ലോങ് പ്രോസസ്സ് ആണ് ഓഡിറ്റിംഗ്. അതിൻ്റെ ഒരു സ്കോപ്പ് അങ്ങനെയാണ് എന്നാണ് ആ ഒരു ഫീച്ചറിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഇത്രയും പോയിന്റ്സിൽ കീവേഡ്സ് മെയിനായിട്ട് യൂസ് ചെയ്യാം, എന്നിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ബെറ്റർ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് പഠിക്കാനുള്ള 3 കൺസെപ്റ്റ്സ് ആണ് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്. ഇത് തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ബുക്ക് കീപ്പിംഗ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് ദെയർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ. അതായത് ഒരു ട്രാൻസാക്ഷൻ ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസാക്ഷനെ നമ്മൾ ഫസ്റ്റ് ഒരു ജേർണൽ എൻട്രി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ജേർണൽ എൻട്രിനെ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യും, ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യും. ഇത്രയും ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. വൺസ് ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അക്കൗണ്ടൻസിയുടെ ഒരു സ്കോപ്പാണ് അവിടെ വരുന്നത്. അക്കൗണ്ടൻസിയുടെ വർക്ക് എന്താണ്, ദ വർക്ക് ഓഫ് ആൻ അക്കൗണ്ടന്റ് ഈസ് ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ബുക്ക് കീപ്പർ. ബുക്ക് കീപ്പർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക, ചെക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബുക്സിൽ നിന്ന് എന്ത് ചെയ്യുക, ട്രയൽ ബാലൻസും പിന്നെ ബാക്കി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഫൈനൽ അക്കൗണ്ട്സും നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി. ഫസ്റ്റ് ബുക്ക് കീപ്പർ ഒരു ട്രാൻസാക്ഷൻ നടന്നു, ആ ട്രാൻസാക്ഷനിൽ ഫസ്റ്റ് ഡ്യൂട്ടി വരുന്നത് ബുക്ക് കീപ്പറിനാണ്. അദ്ദേഹം അത് കറക്റ്റായിട്ട് ചെയ്തു. അക്കൗണ്ടന്റ് ആണ് അടുത്ത പൊസിഷനിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ വർക്കും കറക്റ്റായിട്ട് ചെയ്തു. ഇപ്പൊ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിനെ ഇനിയും എക്സാമിൻ ചെയ്യേണ്ടത് ആരാണ്, ഓഡിറ്റർ. ഓഡിറ്റിംഗ് എന്താണെന്ന് നോക്കിയേ. ഓഡിറ്റിംഗ് ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണെന്ന് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു. ഇവിടെ എന്താണ് മീനിങ് ആയിട്ട് പറയുന്നത്, ഓഡിറ്റിംഗ് is concerned with the critical examination. ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ്. എന്തിൻ്റെയാണ്, ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർഡ് ബൈ ആര്, ബുക്ക് കീപ്പറും അക്കൗണ്ടന്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ആൻഡ് after the accountant has completed his work, an auditor is invited to verify the work done by the accountant, and it is not the duty of the auditor to prepare accounts. Accounts prepare ചെയ്യുന്നത് ഒരിക്കലും ഓഡിറ്ററിന്റെ ഡ്യൂട്ടി അല്ല. പക്ഷെ ഓഡിറ്റർ എന്താണ് ചെയ്യുന്നത്, ഈ അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു. ഇൻഡിപെൻഡൻ്റ്ലി അല്ലെങ്കിൽ ക്രിട്ടിക്കലി എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു. ഓക്കെ. ആൻഡ് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് നേരത്തെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിനുള്ളിൽ നിന്ന് ബുക്ക് കീപ്പിംഗ് എന്താണെന്നും അല്ലെങ്കിൽ അതിലെ പ്രോസസ്സ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നും മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആണ്. ഏതൊക്കെയായിരുന്നു, പ്രോസസ്, ജേർണലൈസിങ്, പോസ്റ്റിംഗ് ടു ലെഡ്ജർ, ടോട്ടലിംഗ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസിങ്. ഈ 4 സ്റ്റെപ്സ് എഴുതുന്നതിനായിരുന്നു 2 മാർക്സ് ഉണ്ടായിരുന്നത്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് നോട്ട് ദിസ്. അടുത്ത വേണമെങ്കിൽ ഇനി ഒരു അറ്റംപ്റ്റിൽ അക്കൗണ്ടൻസിയുടെ പ്രോസസ്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ ആ ഒരു അക്കൗണ്ടൻസിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ് അധികം അറ്റംപ്റ്റുകളിൽ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയ ആണ്, എന്നാൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ വളരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ഓഫ് ക്വസ്റ്റ്യനും കൂടെയാണ്, ടോപ്പിക് കൂടെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് ഓഡിറ്റർ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ 10 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഓഡിറ്റ് വർക്കിൽ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടത്, ഗൈഡ് ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇൻ ലിസ്റ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
First one, integrity, then objectivity, independence, professional competence and due care, confidentiality, fair presentation, planning, audit evidence, audit conclusions and review, also പ്രൊഫഷണൽ ബിഹേവിയർ. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ കീ പോയിന്റ്സ്, ഇങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ എന്തായാലും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയെങ്കിലും ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേ ഓഫ് ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഈ 10 പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ്സും ബൈഹാർട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് തോന്നും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻറ്റഗ്രിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്റർ ഹി ഷുഡ് ബി എ സ്ട്രെയിറ്റ് ഫോർവേഡ്, ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ ഹിസ് പ്രൊഫഷണൽ വർക്ക്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ എങ്ങനെ ആയിരിക്കണം? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇംപാർഷ്യൽ ആയിരിക്കണം. ആ ഒരു മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ കീ വേർഡ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? സിൻസിയർ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓണസ്റ്റ് ആയിരിക്കണം. എപ്പോഴാണ്? പ്രൊഫഷണൽ വർക്കിൽ. ആൻഡ് ഓൾസോ ഒരു ഇംപാർഷ്യൽ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളും ആയിരിക്കണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ആൻസർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് ഓൺ സെൻറ്റൻസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. മെയിനായിട്ട് വരേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ദെൻ ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് പറയുമ്പോൾ ഹി ഷുഡ് റെസിസ്റ്റ് എനി അറ്റംപ്റ്റ് ടു ഇൻഫ്ലുവൻസ് ഹിസ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ ആദ്യം ഡെഫിനേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു. ആ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം? അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിനെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഓണസ്റ്റ് ആയിരിക്കണം, അഗെയിൻ ഡിലിഗൻറ്റ് ആൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു ഇൻഫ്ലുവൻസിൻ്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം കണ്ടായി. പിന്നെ ബാക്കി ആൻസർ ഡെവലപ്പ് ചെയ്ത് ഓൺ ലാംഗ്വേജിൽ എടുക്കുക. ദെൻ ഇൻഡിപെൻഡൻസ്, നമ്മൾ ഡെഫിനിഷൻ തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഓഡിറ്റർ. ഓഡിറ്റ് വർക്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് എന്താണ്? ഒരു ബേസിക് ഗവേണിംഗ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ഇൻറ്റിഗ്രിറ്റി, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി, തേർഡ് വൺ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കീ പോയിന്റ്സ് യൂസ് ചെയ്ത് തന്നെ നോക്കാം. ദ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് റിക്വയർസ് ആൻ ഓഡിറ്റർ ടു ബി ഇൻഡിപെൻഡൻറ്റ് സോ ആസ് ടു ഗീവ് ദ ക്രെഡിബിലിറ്റി ടു ഹിസ് ഓഡിറ്റ് റിപ്പോർട്ട്. അദ്ദേഹം ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് ഒപ്പീനിയൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ, കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ ഹി ഷുഡ് ബി ഫ്രീ ഫ്രം ബയസ് ആൻഡ് പ്രിജുഡൈസ്. ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പ്രിജുഡിയൽ മൈൻഡോട് കൂടി ആയിരിക്കരുത് ഒരു ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്തായാലും ഫ്രോഡ് ഉണ്ടാവും എന്നൊരു മൈൻഡോട് കൂടിയല്ല നമ്മളത് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യേണ്ടത്. അതിലെന്താണ്? ഒരു ബയസ് ഉണ്ടാവാനായിട്ട് പാടില്ല. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട്, നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ ഇൻറ്റഗ്രിറ്റിയുടെ പോയിന്റിൽ പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓഡിറ്റ് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി ക്യാരി ഓൺ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫ്രം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ഒരു താല്പര്യങ്ങളോ ഈ ഒരു കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാവാനായിട്ട് പാടില്ല എന്നൊക്കെയുണ്ട്. ഒരു ഓഡിറ്റർ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടേണ്ടതൊക്കെ ഉള്ളത് നമുക്ക് 4th ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ 4th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ 3 പ്രിൻസിപ്പിൾ പഠിച്ചു: ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ആൻഡ് 4th വൺ ഇസ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലാണ്, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഓഫീസറാണ്. അദ്ദേഹം പ്രൊഫഷണലി സ്കിൽഫുൾ ആയിട്ട് ഈ ഒരു ഏരിയ ഓഫ് വർക്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ആ ഒരു ട്രെയിനിങ് ഗെയിൻ ചെയ്തതായിക്കോട്ടെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളായിരിക്കണം എങ്ങനെ ഓഡിറ്റ് വർക്ക് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ആൻ ഓഡിറ്റർ ഷുഡ് ഹാവ് ആഡിക്വേറ്റ് ട്രെയിനിങ്, എക്സ്പീരിയൻസ്, കോമ്പറ്റൻസ് ഇൻ ഓഡിറ്റിംഗ്. അദ്ദേഹം ചെയ്യുന്ന വർക്കിൽ വെൽ ട്രെയിൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അതുപോലെ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ആൻഡ് പ്രൊഫഷണലി സ്കിൽഫുൾ ആൻഡ് കോമ്പീറ്റൻ്റ് ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ എല്ലാ ഓഡിറ്റ് സിറ്റുവേഷൻസിലും റീസണബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയറിൽ പറയുന്നത്. ആൻഡ് ഓൾസോ അവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. ഡ്യൂ കെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഡ്യൂ കെയർ ബേസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഓഡിറ്റ് അസൈൻമെൻറ്റ്. ഓഡിറ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഓരോ ഓഡിറ്റ് വർക്കിനെയാണ് ഓഡിറ്റ് അസൈൻമെൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓരോ ഓഡിറ്റ് വർക്കിനും അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റീസിനും അതിൻ്റേതായിട്ടുള്ള
സീരിയസ്നെസ്സും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്ത് ഓരോരുത്തർക്കും വേണ്ട സിറ്റുവേഷൻസിലെല്ലാം ഡ്യൂ കെയർ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ നമ്മളിപ്പം 4 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, ഇൻഡിപെൻഡൻസ്, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ദെൻ 5th വൺ ഇസ് കോൺഫിഡൻഷ്യാലിറ്റി. ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാൻ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം എന്നല്ല, കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് എന്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഒരു ഓഡിറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു എൻറ്റിറ്റിയുടെ, ഒരു ഫിനാൻഷ്യൽ ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ റിപ്പോർട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ എവിഡൻസുകൾ കളക്ട് ചെയ്യണം, വൗച്ചേഴ്സ്, റെസിപ്റ്റ്സ്, മറ്റ് റെക്കോർഡ്സ്, കാര്യങ്ങളെല്ലാം ഈ ഓഡിറ്ററിൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്നുണ്ട്. ആൻഡ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഓഡിറ്ററിൻ്റെ കയ്യിൽ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, ഓഡിറ്റ് ഫയൽസ് ഒക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ആ ഫയൽസ് അതൊക്കെ ഈ ഒരു എൻറ്റിറ്റീവായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വളരെ എന്താ പറയുക, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സ് തന്നെയാണ്. ആ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യണം, അത് ഡ്യൂ കെയർ എടുത്ത് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കീപ് ദ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് in safe custody and should not use audit information either for personal gain or against the interest of organization. ആ ഓർഗനൈസേഷന് എതിരായിട്ട് അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അത് മിസ്യൂസ് ചെയ്യുക എന്നുള്ളതൊന്നും ഒരു ഓഡിറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് വാട്ട്, ഓഫ് ഇൻഫർമേഷൻ relating to that organization. Okay, he is bound by a professional code of conduct to handle confidential information of organization properly. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റി എന്തിലാണ്, ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സേഫ് കസ്റ്റഡിയിൽ വെക്കണം. ഓൾസോ എന്താണ്, അവരുടെ ഇൻഫർമേഷൻസ് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഏത് ഫോർ പേഴ്സണൽ ഗെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് എതിരെ എന്തെങ്കിലും ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ ഒരു എന്താ പറയുക ആക്റ്റും അത് ഒരു ഓഡിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് 5th ഗവേണിംഗ് പ്രിൻസിപ്പിൾ. ദെൻ 6th വൺ റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ 5 പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു, ഇനി 5 കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് 5 എന്തൊക്കെയായിരുന്നു? ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, ഇൻഡിപെൻഡൻസ്, പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ദെൻ 5th വൺ ആയിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി. ആൻഡ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെയർ പ്രസൻറ്റേഷൻ. ഓഡിറ്റർ ഈസ് ഒബ്ലിഗ്ഡ് ടു റിപ്പോർട്ട് ട്രൂത്ത്ഫുള്ളി ആൻഡ് അക്യുറേറ്റ്ലി. ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കണം? ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഈ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പക്കയാണോ, ഓക്കെ ആണോ, റിലയബിൾ ആണോ, ട്രൂത്ത്ഫുൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത്. ആ ഓഡിറ്റ് വർക്കിൻ്റെ എന്താ പറയുക, റിസൾട്ടായ ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം? ട്രൂത്ത്ഫുൾ ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടാവുന്നത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഫെയർ പ്രസൻറ്റേഷൻ എന്നുള്ളത് ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഹി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആക്യുറേറ്റ്, ട്രൂത്ത്ഫുൾ, ഒബ്ജക്റ്റീവ്, ക്ലിയർ, കംപ്ലീറ്റ് ആൻഡ് ടൈംലി. ആക്യുറേറ്റ് ആണ്, അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആണ്, ഒബ്ജക്റ്റീവ് ആണ്, ക്ലിയർ ആണ്, അതിൻ്റെ യൂസേഴ്സിന് ക്ലിയർ ആവുന്ന രീതിയിലാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, കൺവേ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിലുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനും ആര് ശ്രദ്ധിക്കണം? ഓഡിറ്റർ കെയർഫുൾ ആയിരിക്കണം. പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇൻ കൺഫോമിറ്റി വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആപ്ലിക്കബിൾ ലോസ്. ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ ഈ ഓഡിറ്റ് വർക്കിന് വെക്കുന്നത്? ആ ഒരു ഏരിയ ഓഫ് വർക്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, മറ്റ് ലോ ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആയിക്കോട്ടെ, ഇതിലെല്ലാം തറോ നോളജ് ഉള്ള ഒരാളാണ്. ആ ആള് ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇത് എല്ലാം ഫോളോ ചെയ്തിട്ടാണ് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓഡിറ്ററിൻ്റെ ഉത്തരവാദിത്തം ആണ്. നെക്സ്റ്റ് വൺ, പ്ലാനിങ്. പ്ലാനിങ്ങിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഓഡിറ്റർ ഷുഡ് പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ആക്ടിവിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊസീഡ് വിത്ത് വർക്ക് സിസ്റ്റമാറ്റിക്കലി. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് സിസ്റ്റമാറ്റിക്കലി നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നല്ലൊരു വെൽ പ്ലാനോട് കൂടി, അല്ലെങ്കിൽ ആ ഒരു ലോജിക്കൽ സീക്വൻസിൽ നടക്കണം. അതിനൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലായിരിക്കണം ഓഡിറ്റ് വർക്ക്
കണ്ടക്ട് ചെയ്യേണ്ടത്, ഫിനിഷ് ദ വർക്ക് ഇൻ ടൈം. അപ്പം ഇൻ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ പ്ലാൻ ആൻഡ് ഷെഡ്യൂള്, സീക്വൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോസിബിൾ ആവുള്ളൂ. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. പ്ലാനിങ് വിൽ എനേബിൾ ഹിം ടു കണ്ടക്ട് ദ ഓഡിറ്റ് in an efficient, effective and timely manner. Then, eighth principle, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗവേണിംഗ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. എയ്ത്ത് വൺ ഇസ് ഓഡിറ്റ് എവിഡൻസ്. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റർ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഇൻ ഓഡിറ്റ് പ്രോസസ് ഓഡിറ്റർ ഹാസ് ടു കളക്ട് വാട്ട് ആൻഡ് ഇവാലുവേറ്റ് ഓഡിറ്റ് എവിഡൻസസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഡ്രോ റീസണബിൾ കൺക്ലൂഷൻ. റീസണബിൾ കൺക്ലൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ എവിഡൻസുകളും ക്രോസ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ ആ എവിഡൻസസ് ഷുഡ് ഇൻക്ലൂഡ്, നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിഡൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്? ബിൽസ് ഉണ്ടാവാം, വൗച്ചേഴ്സ് ഉണ്ടാവാം, റെസിപ്റ്റ്സ് ഉണ്ടാവാം, ഇൻവോയ്സ് ഉണ്ടാവാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊക്കെ എന്താണ്, ഒരു ഓഡിറ്ററിന് കളക്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസുകളാണ്, ഒരു ഓഡിറ്ററിന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന എവിഡൻസുകളാണ്. ആൻഡ് ഇതുപോലെയുള്ള എവിഡൻസുകളൊക്കെ ഓഡിറ്ററിൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഓഡിറ്റർ എങ്ങനെയുള്ള ആളായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞു, 5th പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എങ്ങനെയുള്ളതായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ബിക്കോസ് അവരുടെ ഓഡിറ്ററിൻ്റെ കയ്യിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കി, അതിൻ്റെ ബിൽസ് ഉണ്ട്, വൗച്ചേഴ്സ് ഉണ്ട്, റെസിപ്റ്റ്സ് ഉണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അപ്പം ഇതൊക്കെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഗവേണിംഗ് പ്രിൻസിപ്പിളാണ്. ഈ ഓഡിറ്റ് എവിഡൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത് ഓഡിറ്റ് ഒരു റീസണബിൾ കൺക്ലൂഷൻ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു എവിഡൻസിൻ്റെ ബേസിലായിരിക്കണം ഒപ്പീനിയൻ ഫ്രെയിം ചെയ്യേണ്ടത്. ഏതൊക്കെയായിരിക്കാം എവിഡൻസുകൾ എന്നാണ് അടുത്ത പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത്? മെത്തേഡ്സ് ലൈക്ക് ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എൻക്വയറി, കൺഫർമേഷൻ, കമ്പ്യൂട്ടേഷൻ, അനലിറ്റിക്കൽ റിവ്യൂ, ഇങ്ങനെയുള്ള മെത്തേഡ്സിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 8 ഗവേണിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചു. ഇനി 2 മോർ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു? ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഇൻഡിപെൻഡൻസ്, professional competence and due care, confidentiality, fair presentation, planning, then audit evidence. ഇനി അടുത്തത് audit conclusion and reporting. The auditor should review and assess the conclusions drawn from the audit evidence to submit the audit report. നമ്മൾ ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എവിഡൻസിൻ്റെ ബേസിൽ, ആ ഒരു എവിഡൻസിനെ നമ്മൾ റിവ്യൂ ചെയ്ത് കറക്റ്റായിട്ട് അസസ് ചെയ്തതിന് ശേഷമാണ് ഈ നമ്മൾ ഒപ്പീനിയനെ ഓഡിറ്റ് റിപ്പോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ആ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലിയർ റിട്ടേൺ ഒപ്പീനിയൻ ആയിരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം 9th ഗവേണിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊഫഷണൽ ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനോട് കൂടിയുള്ള ഒരാളെയാണ് നമ്മൾ ഈ ഓഡിറ്റ് വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ആളിന് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യും ടു ഹാവ് പ്രൊഫഷണൽ ബിഹേവിയർ ഫ്രം ഹിം. ദ പ്രൊഫഷണലി ക്വാളിഫൈഡ് ഓഡിറ്റർ ഷുഡ് ഹാവ് ആൻ adequate knowledge, skill, training in the art of auditing and thorough with the recent developments in the auditing, accounting and law. ഓഡിറ്റിങ് മാത്രമാണോ? അക്കൗണ്ടൻസിയിൽ, അതായത് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സ് കറക്റ്റായിട്ടാണോ, അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ ഓഡിറ്റർ ഹാസ് ടു നോ അബൌട്ട് ദീസ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് ലോഫുള്ളി ആണോ ഇവർ ബാക്കി കംപ്ലയിൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത് എന്നറിയണമെങ്കിൽ ലോയും അറിഞ്ഞിരിക്കണം. അപ്പം ഇതെല്ലാം ഈ ഒരു ഏരിയാസ് ഓഫ് വർക്കിലെല്ലാം റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം തൊറോ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കണം. ആ ഒരു രീതിയിലുള്ള പ്രൊഫഷണൽ ബിഹേവിയർ ആയിരിക്കണം അദ്ദേഹം കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ലാസ്റ്റ് ഗവേണിംഗ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. ഒരു ഓഡിറ്റ് വർക്കിൽ ഏതൊക്കെ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ആസ്പെക്ട്സ്, നമ്മളെന്ന് പറയുമ്പോൾ ഓഡിറ്റർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് നോക്കണം. ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ, ഇവാലുവേഷൻ, ടെസ്റ്റ്, റിലയബിൾ ഇൻഫർമേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, കമ്പാരിസൺ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഇത്രയും ഏരിയ ഓഫ് വർക്ക്, ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓഡിറ്റ് വർക്ക്
പെർഫോം ചെയ്യുന്നത്. സ്കോപ്പ് ഓഫ് ഓഡിറ്റ് മീൻസ് ഡിറ്റർമൈനിങ് ദ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ദ പീരിയഡ് ഓഫ് റെക്കോർഡ്സ് ദാറ്റ് ആർ ടു ബി എക്സ്പോസ്ഡ് ടു ഓഡിറ്റ് എക്സാമിനേഷൻ. മെയിൻ ഒബ്ജക്റ്റീവ് എന്തിൻ്റെയാണ്? ഓഡിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. is to determine the fairness and authenticity of reported financial position. റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഒതൻറ്റിസിറ്റി എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ആൻഡ് ടു ഡിറ്റക്ട് ആൻഡ് പ്രസൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. ഇത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, സ്കോപ്പ് ഓഫ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 8 പോയിന്റ്സ് ആണുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ, ഇവാലുവേഷൻ, ടെസ്റ്റ്, റിലയബിൾ ഇൻഫർമേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, കമ്പാരിസൺ ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കും കവർ ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ദ ഓഡിറ്റർ ക്യാൻ ഡിറ്റർമൈൻ ദ സ്കോപ്പ് ഓഫ് ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദി സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, റെഗുലേഷൻസ് ആൻഡ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് റെലവൻറ്റ് പ്രൊഫഷണൽ ബോഡി. റിക്വയർമെൻറ്റ്സ് ഓഫ് റെലവൻറ്റ് പ്രൊഫഷണൽ ബോഡി. The state as well as professional bodies can frame rules and regulations regarding the scope of audit. ഓരോ പ്രൊഫഷണൽ ബോഡീസിനും ഒരു സ്കോപ്പ് ഓഫ് ഓഡിറ്റിൻ്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ പറയുക ഫ്രെയിം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ഫ്രെയിംസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ട് വേണം ആര് വർക്ക് ചെയ്യാനായിട്ട്, ഓഡിറ്റർ വർക്ക് ചെയ്യാനായിട്ട്. ഓഡിറ്റർ ക്യാൻ ഫോളോ ദ റൂൾസ് വിച്ച് ആർ ആപ്ലിക്കബിൾ വൈൽ കണ്ടക്ടിങ് ദ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഓഡിറ്ററിനത് അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റ് വർക്ക് പെർഫോം ചെയ്യേണ്ടത്. ദെൻ ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓഡിറ്റ് ഈസ് റിക്വയർഡ് ടു കവർ adequately all the aspects of the organization. എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്യണം, കവർ ചെയ്യണം. എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ആസ് ഫാർ ആസ് they are relevant to the financial statement being audited. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻസിൽ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും എന്ത് ചെയ്യണം, കവർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓഡിറ്റർ ഹാസ് ടു ഗോ ത്രൂ all the functions of a business concern, whether it is small or large scale. ലാർജ് സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, സ്മോൾ സ്കെയിൽ ബിസിനസ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ റിലേറ്റഡ് ഫങ്ഷൻസിലും ആര് എക്സാമിനേഷൻ നടത്തണം, ഓഡിറ്റർ എക്സാമിനേഷൻ നടത്തണം. ഓഡിറ്റ് റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ വർക്കിംഗ് ഓഫ് എ കൺസേൺ. ഒരു കൺസേണിൻ്റെ എല്ലാ വർക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു പോയിന്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. റിലയബിൾ ഇൻഫർമേഷൻ. Auditor has to ensure that the information contained in the accounting records and other sources of data is reliable. Auditor എന്തിനാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓക്കെ ആണ് എന്ന് അവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പേരിൽ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്ററിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിലുള്ള ഇൻഫർമേഷൻസ് റിലയബിൾ ആണ്, വിശ്വസനീയമാണ് എന്ന് കൺഫേം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓഡിറ്ററിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓഡിറ്റർ ഹാസ് ടു എൻഷുർ ദാറ്റ് ഓക്കെ ഹി ഷുഡ് സീ that if it is sufficient basis for preparation of financial statements. നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസുകൾ ഉണ്ടല്ലോ, ആ ഒരു എവിഡൻസുകൾ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷന് സഫീഷ്യൻ്റ് ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ വേരിയസ് ടെക്നിക്സ് ടു ടെസ്റ്റ് ദ വാലിഡിറ്റി ഓഫ് ഡേറ്റ. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഡേറ്റാസിൻ്റെ വാലിഡിറ്റിനെ എക്സാമിൻ ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്താൻ ആർക്ക് പറ്റും? ഓഡിറ്ററിന് പറ്റും. അതും ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കാണ്. ഓക്കെ, ഹി ക്യാൻ ക്ലിയർലി ഗിവ് ഇൻഫർമേഷൻ ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്ലിയർ എക്സ്പ്ലനേഷൻ എവിടെ കൊടുക്കാം? ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കാവുന്നതാണ്. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഓഡിറ്റർ ഹാസ് ടു ഡിസൈഡ്, ഓഡിറ്റർ എന്തും ചെയ്യണം, വെദർ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് റെലവൻ്റ് ആണ്. ഇൻ കേസ് അത് മോർ റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലാതെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു യൂസറിന് അതിൻ്റെ റെലവൻസ് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആര് എൻഷുർ ചെയ്യണം? ഓഡിറ്റർ എൻഷുർ ചെയ്യണം. അതും ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് അണ്ടർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഹി ക്യാൻ മേക്ക് യൂസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്? ടു ഡിസ്ക്ലോസ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ
സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ്ങിലും അതുപോലെ തന്നെ ലോയിലും ഒക്കെ തറോ നോളജ് ഉള്ള ഒരാളായിരിക്കണം ഓഡിറ്റർ. ബേസിക് പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ പറഞ്ഞപ്പോൾ. അപ്പം ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസൊക്കെ വെൽ നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ എങ്ങനെ നടത്താമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു പോയിന്റിൽ മെയിനായിട്ട് പറയുന്നത് ഓഡിറ്റർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഡിസൈഡ് വെദർ ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റെലവൻറ്റ് ഇൻഫർമേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് പ്രോപ്പർലി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് മെയിനായിട്ട് നമ്മൾ എഴുതേണ്ട ടോപ്പിക്ക്. ആൻഡ് തേർഡ് വണ്ണിൽ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ യു ഷുഡ് സീ ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ് ബേസിസ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് വേരിയസ് ടെക്നിക്സ് ടു ടെസ്റ്റ് വാലിഡിറ്റി ഓഫ് ഡേറ്റ. ആൻഡ് സെക്കൻഡ് പോയിന്റിൽ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻ ഓഡിറ്റർ ഈസ് റിക്വയർഡ് ടു കവർ ആഡിക്വേറ്റ്ലി ഓൾ ആസ്പെക്ട്സ്. എപ്പോഴാണ്? ആസ് ഫാർ ആസ് റെലവൻറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബീയിങ് ഓഡിറ്റഡ്. ഫസ്റ്റ് വണ്ണിൽ എന്താണ് ഓഡിറ്റർ ക്യാൻ ഫോളോ പ്രൊഫഷണൽ ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഇവാലുവേഷൻ. നമ്മൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ദെൻ ഇവാലുവേഷനും ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന കാര്യമാണ്. ഓഡിറ്റർ മേക്സ് എ സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് ദ റിലേറ്റഡ് ഇന്റേണൽ കൺട്രോൾസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസൈഡ് ഓൺ ദ നേച്ചർ, എക്സ്റ്റെൻറ്റ് ആൻഡ് ടൈമിംഗ് ഓഫ് അതർ ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്ററിൻ്റെ ഒരു അടുത്ത സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി അതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റ് ഇൻറ്റേർണൽ കൺട്രോളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത കണ്ടക്ട് ചെയ്യേണ്ട ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു നേച്ചറും ടൈമിങ്ങും എക്സ്റ്റൻറ്റും ഒക്കെ നമുക്ക് മനസ്സിലാവും. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം, ഇൻറ്റേർണൽ കൺട്രോൾ ഒക്കെ ഉള്ള ഒരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ലെസ് ടൈമിൽ തന്നെ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എവിഡൻസുകളൊക്കെ സ്കാറ്റർഡ് ആയിട്ട് കിടക്കുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് പ്രോപ്പർ എവിഡൻസുകളൊക്കെ എന്താ പറയുക സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു നേച്ചർ ഇല്ലാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ടു കളക്ട് ദാറ്റ് എവിഡൻസസ് ആൻഡ് ഇവാലുവേറ്റ് ആൻഡ് കമ്പയർ വിത്ത് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓഡിറ്റർ മേക്സ് എ സ്റ്റഡി ആൻഡ് ഇവാലുവേഷൻ ഓഫ് വാട്ട് ഓൾ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്കി ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും, ടൈമിങ് എക്സ്റ്റെൻറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. Then he assesses the reliability, sufficiency of information contained in the underlying accounting records and other sources of data by his study and evaluation. ഇതിൽ ഈ മെയിൻ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ആൻസർ ആണ്. Then test. In order to assess the reliability and sufficiency of the information provided in the accounting records and other sources of data, auditor എന്ത് ചെയ്യണം? Carries out test, inquiries and other verification procedures ഒക്കെ നടത്തണം. നമ്മൾ ഈ എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഈ കളക്ട് ചെയ്ത എവിഡൻസുകൾ എന്താ പറയുക റിലയബിൾ ആണോ, എവിഡൻസുകൾ റിലയബിൾ ആണോ, ഈ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബേസ് ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഡേറ്റ എന്താണ് റിലയബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ്, എൻക്വയറീസ്, വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതും ആരുടെ വർക്കാണ്? ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കാണ്. ഹി മേക്ക് യൂസ് ഓഫ് കംപ്ലയൻസ് ടെസ്റ്റ്, സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ടു എക്സാമിൻ ഡേറ്റ എക്സാമിൻ ചെയ്യാനായിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്താവുന്നതാണ്. Then comparison. Auditor decides whether the relevant information is properly communicated by making comparison. എന്തുമായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്? ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് അണ്ടർലൈങ് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഓഫ് ഡേറ്റ. ഓഡിറ്റർ ഒരു കമ്പാരിസണും നടത്തേണ്ടതായിട്ടുണ്ട്. എന്താണ്? നമ്മുടെ കയ്യിലുള്ള സോഴ്സ് ഡേറ്റ അല്ലെങ്കിൽ എവിഡൻസുകളും ഫിനാൻഷ്യൽ ഇൻഫർമേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി വേണം ഇതിൻ്റെ ആ ഒരു പ്രോപ്പർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഹി ഹാസ് ടു ഫൈൻഡ് ഔട്ട് വെദർ പ്രോപ്പർലി സമ്മറൈസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻ റെക്കോർഡഡ് therein. ദെൻ ആ ഒരു പോയിന്റ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. കമ്പയർ ചെയ്യണം, നമ്മുടെ സോഴ്സ് ഡേറ്റ ആയിട്ട് ഒരു കമ്പാരിസൺ നടന്നിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ്. ദെൻ 8th വൺ ജഡ്ജ്മെൻറ്റ് നടത്തേണ്ടതും ആരുടെ സ്കോപ്പ് ഓഫ് വർക്കാണ്? ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന കാര്യമാണ്. ടു ഡിറ്റർമൈൻ വെദർ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഇസ് കമ്മ്യൂണിക്കേറ്റഡ് പ്രോപ്പർലി. റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? കൺസിഡർ ദ ജഡ്ജ്മെൻറ്റ്
that management has made in preparing financial statements accordingly. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ഓരോ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ അക്കൗണ്ടൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എടുത്തിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിൽ വരുന്ന ഒരു കാര്യമാണ്. Auditor puts an effort to assess the selection and application of accounting policies made by the management എടുത്തിട്ടുള്ള പോളിസീസ് എന്താ പറയുക, അതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് അവർ നടത്തിയിട്ടുള്ളത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അവർ നടത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളിലെല്ലാം ഓഡിറ്ററിനൊരു സ്കോപ്പുണ്ട്, ഓഡിറ്ററിൻ്റെ ഓഡിറ്റ് വർക്കിനൊരു സ്കോപ്പുണ്ട്. He also assesses the manner of classification of information and adequacy of disclosure. ഓരോ ഇൻഫർമേഷനെ അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അത് ഏത് രീതിയിലൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടേണ്ടിയിരുന്നത്, ഏത് രീതിയിലാണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയായിരുന്നു പോയിന്റ്സ്? സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻ, ഇവാലുവേഷൻ ടെസ്റ്റ്, റിലയബിൾ ഇൻഫർമേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, കമ്പാരിസൺ, ജഡ്ജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ്, 8 പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തിനാണ് മെയിൻലി ഓഡിറ്റിംഗ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ റിലയബിലിറ്റി, ട്രൂത്ത്ഫുൾനെസ്, അക്യുറേറ്റ്നെസ്, അതൊക്കെ നമുക്കൊന്ന് എക്സാമിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓഡിറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്ക് ഓഡിറ്റിംഗ് ഒബ്ജക്റ്റീവിനെ തിയറിറ്റിക്കലി പഠിക്കുമ്പോൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ട്, ദെൻ സെക്കൻഡറി ഒബ്ജക്റ്റീവും ഉണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവിന് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, ടെയ്ലർ ആൻഡ് പെരയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ്സ് സംതിങ് ലോങ്, ബട്ട് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡെഫിനിഷൻസ് കട്ട് ചെയ്ത് സെൻറ്റൻസ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, the main object of audit is to ensure that the accounts reveal a true and fair view. ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിവീൽ ചെയ്യുന്നുണ്ട്. എന്ത്? അക്കൗണ്ട്സ് നമ്മുടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് റിവീൽ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. അവിടെ വെച്ച് നമുക്ക് സെൻറ്റൻസ് കട്ട് ചെയ്യാം. എന്തിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്? ഓഫ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിൻ്റെയും അതിൻ്റെ ട്രാൻസാക്ഷൻ്റെയും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് എവിടെ റിവീൽ ചെയ്യപ്പെടുന്നത്? അക്കൗണ്ട്സിൽ റിവീൽ ചെയ്യപ്പെടുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ടതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. Then this leads to a greater emphasis being placed on ascertaining the reliability of records from which accounts are drawn up, and also on verifying the assets and liabilities and transactions within the accounts. ഇവിടെ എന്താണ് പറയുന്നത്? This leads to, അതായത് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ in the accounts financial information leads to a greater emphasis being placed on ascertaining reliability of records from which accounts are drawn up. അക്കൗണ്ട്സ് ഏതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്? നമ്മുടെ എവിഡൻസുകളിൽ നിന്നാണ്. നമ്മുടെ റെക്കോർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിൽസ്, വൗച്ചേഴ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അക്കൗണ്ട്സ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു സോഴ്സ് ഡേറ്റ എന്താണ്? റിലയബിൾ ആണെന്നുള്ളതും ഉറപ്പ് വരുത്തുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓൺ വെരിഫൈങ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻസ് വിതിൻ ദ അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന അസറ്റ്സ് ആയിക്കോട്ടെ, ലയബിലിറ്റീസ് ആയിക്കോട്ടെ, എക്സ്പെൻസ്, ഇൻകം ആയിക്കോട്ടെ, അങ്ങനെയുള്ള മറ്റ് ട്രാൻസാക്ഷൻസും എല്ലാം എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ അക്കൗണ്ട്സ് റിവീൽ ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. എന്തിൻ്റെ? ബിസിനസ്സിൻ്റെയും അതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെയും. ആൻഡ് ഈ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഈ അക്കൗണ്ട്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ascertain reliability of records from which accounts are drawn up. അക്കൗണ്ട്സ് ഡ്രോൺ അപ്പ് ചെയ്യുന്നതിൻ്റെ ബേസ് ആയിട്ട് വെച്ചിട്ടുള്ള റെക്കോർഡ്സിൻ്റെ റിലയബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് പിന്നെ വെരിഫൈ ചെയ്യേണ്ടത്? നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിലുള്ള അസറ്റ്സ് ആയിക്കോട്ടെ, ലയബിലിറ്റീസ് ആയിക്കോട്ടെ, മറ്റ് ട്രാൻസാക്ഷൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൈമറി അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ആര് പറയുന്നത്? ടെയ്ലർ ആൻഡ് പെറി പറയുന്നത്. ഓക്കെ, ഇപ്പം കുറച്ച് ഈസി ആയിട്ട് കിട്ടിയില്ലേ? നമുക്ക് 3 കാര്യങ്ങളുണ്ട്.
ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ അക്കൗണ്ട്സിൽ റിവീൽ ചെയ്യുന്നത് എന്ന് എൻഷുർ ചെയ്യണം. അത് എൻഷുർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ബേസിലാണോ ക്രിയേറ്റ് ചെയ്തത്, ആ ഒരു റെക്കോർഡ്സ് റിലയബിൾ ആണ് എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ആൻഡ് ഓൾസോ നമ്മുടെ അക്കൗണ്ട്സിൽ കാണുന്ന അസറ്റ്സ്, ലയബിലിറ്റീസ്, ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇത്രയുമാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്നുള്ളത്. നമുക്ക് മെയിൻ ഒബ്ജക്റ്റീവ്സിന് കുറച്ച് പോയിന്റ്സ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ബാക്കി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, റിവ്യൂ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. ആരുടെ? ബിസിനസ്സിൻ്റെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യണം, അസസ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് റിവ്യൂ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ദെൻ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നിൽക്കുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ ഡോക്യുമെൻ്ററി എവിഡൻസ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ടു കളക്ട് ആൻഡ് ഇവാലുവേറ്റ് എന്ത് എവിഡൻസസ്, ഓഡിറ്റ് എവിഡൻസസ് കളക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാതെ എങ്ങനെ കളക്ട് ചെയ്യാമെന്നും ഏതൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസസ് ആയിട്ട് വരുന്നതെന്നും നമ്മളൊന്ന് ഇൻ ബ്രീഫ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രൈമറി ഒബ്ജക്റ്റീവിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നേച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീച്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എവിഡൻസസ്, ഓഡിറ്റ് എവിഡൻസസ് എല്ലാം എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണത്. ദെൻ ടു റിവ്യൂ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻറ്റേർണൽ കൺട്രോളും അക്കൗണ്ടിങ് സിസ്റ്റവും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നേച്ചർ, ടൈം ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് അതർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്, ഇതും ഹൈലൈറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ, ബട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. നോക്കിയേ, ടു വെരിഫൈ ദ വാലുവേഷൻ ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ്. അസറ്റ്സിൻ്റെ വാലുവേഷൻ കറക്റ്റാണ്, അതുപോലെ തന്നെ എക്സിസ്റ്റൻസിലുള്ള അസറ്റ്സ് തന്നെയാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ദെൻ മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് എന്താണ്, ടു റിപ്പോർട്ട് ആസ് ടു വെദർ അക്കൗണ്ട്സ് എക്സിബിറ്റ് ട്രൂത്ത് ആൻഡ് ഫെയർനെസ്. ഇതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രൂത്ത് ആൻഡ് ഫെയർനെസ്, നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ട്രൂത്ത് ആൻഡ് ഫെയർനെസ്. ഓൾസോ ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് സിസ്റ്റവും ഇൻറ്റേർണൽ കൺട്രോളും ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അസസ് ചെയ്യുന്ന സമയത്ത്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സജഷൻ കൊടുക്കുന്നതും ആരുടെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യാം, ഓഡിറ്ററിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ 8th പോയിന്റ് എന്ന് പറയുന്നത് ടു സീ വെദർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ആൻഡ് കംപ്ലൈൻറ്റ്. നമ്മൾ എന്താണ് ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് പഠിച്ച സമയത്ത് പ്രൊഫഷണൽ ബിഹേവിയറിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റർ ഷുഡ് ഹാവ് എ ദറോ നോളജ് അബൌട്ട് ദ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ലോ. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ഓഡിറ്റ് വർക്കിന് സ്കോപ്പ് ഉണ്ട്. അതൊരു പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെയായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വെദർ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും ഒരു പ്രൈമറി ഒബ്ജക്റ്റീവാണ് ഓഫ് ഓഡിറ്റ് വർക്ക്. ദെൻ 9th പോയിന്റ് എന്ന് പറയുന്നത് വെദർ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ജനറലി അക്സെപ്റ്റഡ് ഗ്യാപ്പ് എന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന കൺസെപ്റ്റാണ് ഗ്യാപ്പ്. ആൻഡ് ഓൾസോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടതും ഓഡിറ്റിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവാണ്. ദെൻ വെരിഫൈ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. ഇതാണ് കുറച്ച് ഇത്രയും നേരം നമ്മൾ പറയാത്തതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വെരിഫൈ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും ഫീച്ചേഴ്സും സ്കോപ്പും ഒബ്ജക്റ്റും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഒരു ന്യൂ പോയിന്റ് വന്നത് 10th ആൻഡ് അത് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഈ 10 പോയിന്റ്സ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ആൻഡ് ഈ ഡെഫിനിഷൻ, പ്രൈമറി ഒബ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ടെയ്ലർ ആൻഡ് പെറി ആണ്. ആ ഒരു ഡെഫിനിഷൻ നമ്മൾ കട്ട് ചെയ്ത് പഠിച്ചു, അതും ഒന്ന് വായിച്ച് റിവൈസ് ചെയ്ത് വെച്ചിരിക്കാം. ദെൻ നെക്സ്റ്റ് വന്നിട്ട് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഒബ്ജക്റ്റീവ്. അതായത് നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, പ്രൈമറി ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഓഡിറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സ്, കുറച്ച് കാര്യങ്ങളും കൂടെയാണ് ഈ ഒരു സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഈസ് ആൻ ഇൻസിഡൻ്റൽ ബട്ട് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഇൻസിഡൻ്റൽ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ്
എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് എന്നുള്ളത്. അത് ഇൻസിഡൻറ്റിലാണ് ബട്ട് സ്റ്റിൽ അതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആൻഡ് നമ്മുടെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ഉണ്ടാവാം, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ഉണ്ടാവാം, ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇതൊക്കെ സെക്കൻഡറി ആണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. എറേഴ്സ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മളുടെ ഒരു അശ്രദ്ധ മൂലമോ കെയർലെസ്നെസ് മൂലമൊക്കെ സംഭവിക്കാൻ പറ്റുന്ന ചില ട്രാൻസാക്ഷൻസിൻ്റെ മിസ്സായി പോവുക, ചില എമൗണ്ട്സ് മാറിപ്പോവുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ജനറലി എറേഴ്സ് ഒക്വർ ഇൻ ദ ബുക്സ് ഇന്നസെൻ്റ്ലി ബട്ട് സം ടൈംസ് അത് ഡെലിബറേറ്റ്ലി നടക്കാറുണ്ട്. വേണം എന്ന് വെച്ചിട്ട് മിസ്റ്റേക്സ് വരുത്തുന്ന എംപ്ലോയീസ്, അക്കൗണ്ടൻസ് ഉണ്ടാവാറുണ്ട്. എറേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഏതൊക്കെയാണ്? ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് errors of principle. First one clerical errors, second one errors of principle. And clerical errors ൽ നമുക്ക് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എറർ ഓഫ് ഒമിഷൻ, അതുപോലെ തന്നെ എറർ ഓഫ് കമ്മീഷൻ, ഡ്യൂപ്ലിക്കേഷൻ, കോമ്പൻസേഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇങ്ങനെയുള്ള 4 എറേഴ്സ് ആണ് ക്ലറിക്കൽ എറേഴ്സിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഇത് ഇൻ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലറിക്കൽ അല്ലെങ്കിൽ ക്ലറിക്കൽ എററിനെ നമുക്ക് എന്തും പറയാം, ടെക്നിക്കൽ എറർ എന്നും പറയാം. ടെക്നിക്കൽ എററിനെ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിന്റ്സ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലറിക്കൽ എറേഴ്സ് ആർ ദോസ് എറേഴ്സ് വിച്ച് ഒക്കോർ ബിക്കോസ് ഓഫ് ദ കെയർലെസ്നെസ് ഓഫ് ദ സ്റ്റാഫിൻ്റെ കെയർലെസ്നെസ് മൂലം ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ ടെക്നിക്കൽ എറേഴ്സ് അല്ലെങ്കിൽ ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഒരു 4 ടൈപ്സ് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒമിഷൻ, കമ്മീഷൻ, ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ്. ഒമിഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷൻ അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യാൻ വിട്ടുപോകും, അതാണ് ഒമിഷൻ. അതല്ലാതെ വേറെ കൂടുതലൊന്നുമില്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? This occurred because of the incorrect records made in the books of account. ഇതിനകത്ത് എന്തൊക്കെ വരാം? റോങ് എൻട്രീസ് ആവാം, റോങ് പോസ്റ്റിംഗ് ആവാം, റോങ് കാസ്റ്റിംഗ്, കാൽക്കുലേഷൻ, ക്യാരി ഫോർവേഡ്സ്. ഇതിലൊക്കെ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് എന്താണ്? എറർ ഓഫ് കമ്മീഷനിൽ ഇൻക്ലൂഡഡ് ആവുന്നുള്ള കാര്യമാണ്. ദെൻ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പം ഒരേ ട്രാൻസാക്ഷൻ രണ്ട് തവണ റെക്കോർഡ് ചെയ്യുന്ന ഒരു എറർ. അപ്പം ആദ്യം റെക്കോർഡ് ചെയ്ത കാര്യം വിട്ടുപോയതാവാം. എല്ലാം കെയർലെസ്നെസ് മൂലം, സ്റ്റാഫിൻ്റെ കെയർലെസ്നെസ് മൂലം സംഭവിക്കാനുള്ള ഒരു എറേഴ്സ് ആണ് ഈ പറയുന്നത്. ഡ്യൂപ്ലിക്കേഷനും ആ ഒരു റെക്കോർഡ് ട്വൈസ്, നമ്മൾ ഒരേ എൻട്രി തന്നെ 2 തവണ റെക്കോർഡ് ചെയ്യുന്ന ഒരു ചാൻസിനെയാണ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് ദീസ് മേ അറൈസ് വെൻ എറേഴ്സ് കോൺട്രാക്ട് വിത്ത് ഈച്ച് അതർ. ദേ വുഡ് നോട്ട് എഫക്ട് ദ ട്രയൽ ബാലൻസ്, ദസ് മേ ബി ഡിഫിക്കൾട്ട് ടു ട്രേസ് ഔട്ട് ബൈ ദ ഓഡിറ്റർ. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചാൽ 2 എറർ അറ്റ് എ ടൈം സംഭവിക്കുമ്പോൾ, ഒരു ഡെബിറ്റിൽ ഒരു എറർ സംഭവിക്കുന്നു, ക്രെഡിറ്റിൽ ഒരു എറർ സംഭവിക്കുന്നു. ഈ 2 എററും സെയിം എമൗണ്ട്സിൻ്റെ ആണെങ്കിൽ ഇത് നള്ളിഫൈ ആയിപ്പോകും, ഇതിൻ്റെ എഫക്റ്റ് നള്ളിഫൈ ആയിപ്പോകും. ട്രയൽ ബാലൻസിലെ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ട്രേസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം അത്രയുമായിരുന്നു ക്ലറിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ. ഇതൊരു 4 മാർക്സ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ 4 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറില്ല, ഇപ്പോൾ അങ്ങനെ 5 മാർക്സ് ആണ് വരാറുള്ളത്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിന് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ പോയിന്റ്സ് എല്ലാം, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഫ്രെയിം ചെയ്താൽ മതിയാവും. ദെൻ നമ്മൾ ക്ലറിക്കൽ എററിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിരുന്നു. സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ക്ലറിക്കൽ എറർ അല്ലെങ്കിൽ ടെക്നിക്കൽ എറർ ആൻഡ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഡിസ്കസ് ചെയ്യുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ദീസ് എറർ കൺസിസ്റ്റ് ഓഫ് wrong allocation of expenditure between revenue and capital, valuation of assets on wrong basis, or making incorrect provision for depreciation. നമ്മളുടെ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിങ് റൂൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡിവിയേറ്റഡ് ആയത് മൂലം വരുന്ന എന്താണ് മിസ്റ്റേക്സിനെയാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടായ മിസ്റ്റേക്സിനെയാണ് നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
നമ്മൾ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്കൻഡറി ഒബ്ജക്റ്റീവിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 2 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, ക്ലറിക്കൽ എററും എറർ ഓഫ് പ്രിൻസിപ്പിളും. ക്ലറിക്കൽ എററിനകത്ത് 4 ടൈപ്സ് ഉണ്ടായിരുന്നു: ഒമിഷൻ, കമ്മീഷൻ, ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് കോമ്പൻസേഷൻ. പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണെന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്. എറർ നമ്മൾ പറഞ്ഞത് കുറച്ചും കൂടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എറർ നമ്മൾ പറഞ്ഞത് കുറച്ചും കൂടി ഇന്നസെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കെയർലെസ്നെസ് മൂലം അല്ലെങ്കിൽ അശ്രദ്ധ മൂലം, ഈ പറഞ്ഞ പോലെ ഇഗ്നോറൻസ് മൂലം സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു കാര്യമാണ് എറർ എന്ന് പറയുന്നത്. സംടൈംസ് അത് ഇൻറ്റൻഷണൽ ആവാം. പക്ഷെ ഫ്രോഡ് എന്ന് പറയുമ്പോൾ മീൻസ് false representation or entry made intentionally with a view to defraud somebody. ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി തന്നെ, കബളിപ്പിക്കാൻ വേണ്ടി തന്നെ, മാൻഡേറ്ററിലി ഡെലിബറേറ്റ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ പെർഫോം ചെയ്യുന്ന ഒരു മിസ്റെപ്രസെൻറ്റേഷനോ മിസ്സിങ്ങോ ഒക്കെ ആയിരിക്കണം നമ്മൾ ഫ്രോഡിൽ കൺസിഡർ ചെയ്യുന്നത്. 3 രീതിയിൽ ഫ്രോഡ് എന്ത് ചെയ്യാം, പോർട്രേറ്റ് ചെയ്യാം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ആവാം, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ക്യാഷിൽ മിസ്അപ്രോപ്രിയേഷൻസ് നടത്താം, അല്ലെങ്കിൽ ഗുഡ്സിൽ മിസ്അപ്രോപ്രിയേഷൻസ് നടത്താം. ഓൾസോ അക്കൗണ്ട്സിൽ മാനിപ്പുലേഷൻസ് നടത്തുന്നതും എന്താണ്, ഈ ഫ്രോഡ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നുള്ള കാര്യമാണ്. ഇത് ഓരോന്നും ഇൻ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് 4 രീതിയിൽ സംഭവിക്കാം. ഒന്ന്, ഒമിറ്റിംഗ് ടു എൻ്റർ റിസിപ്റ്റ് ഓഫ് ക്യാഷ്. ഒരു ക്യാഷ് റെസിപ്റ്റ് സംഭവിച്ചു, ഒരു ട്രാൻസാക്ഷൻ, ക്യാഷ് റെസിപ്റ്റിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടന്നു, അത് എൻ്റർ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നത് ഒരു കേസ്. ഇൻ കേസ് അത് റെക്കോർഡ് ചെയ്തെങ്കിൽ തന്നെ ചെറിയൊരു എമൗണ്ടിന്, ആക്ച്വലി കിട്ടിയ എമൗണ്ടിനേക്കാൾ ചെറിയൊരു എമൗണ്ടിന് അത് റെക്കോർഡ് ചെയ്യുന്നതും ഈ പറഞ്ഞതുപോലെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. പിന്നെ പേയ്മെൻറ്റ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്സ് കാണിച്ചിട്ട്, ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു എക്സ്പെൻസിനെ ഒരു പേയ്മെൻ്റ് ആക്കി കാണിച്ചിട്ട് ആ ഒരു എമൗണ്ടിൽ മാനിപ്പുലേഷൻസ് നടത്തുന്നതും എന്താണ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിൽ ഇൻക്ലൂഡഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ആക്ച്വലി നടന്ന പേയ്മെൻറ്റിനേക്കാളും ലാർജായിട്ടുള്ള ഒരു എമൗണ്ട് എൻട്രി ചെയ്തിട്ട് ആ ഒരു ഡിഫറൻസ് മാനിപ്പുലേറ്റ് ചെയ്യുക. ഇങ്ങനെ 4 രീതിയിലാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് നടക്കാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഇതെങ്ങനെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. അതുമായിട്ട് ക്യാഷ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്താ പറയുക, റഫ് ക്യാഷ് ബുക്ക്, സെയിൽസ്മാൻ റിപ്പോർട്ട്, കൗണ്ടർ ഫയൽസ് ഓഫ് റെസിപ്റ്റ് ബുക്സ്, ഏജൻറ്റ്സ് റിട്ടേൺ, വൗച്ചേഴ്സ്, വെയിറ്റ് ഷീറ്റ് ഒക്കെ നോക്കുന്നത് വഴി നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല വാല്യൂ ഉള്ള ഗുഡ്സ് ഉണ്ടല്ലോ, അതിൽ മാനിപ്പുലേഷൻസ് നടത്താനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളൊരു പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് കീപ്പിംഗ് അക്കൗണ്ട്സ് വിത്ത് റിഗാർഡ് ടു പർച്ചേസ്, sales, stock taking, periodical checking of stock, comparing the percentage of gross profit to sales of 2 periods. ഇങ്ങനെ പല മെഷേഴ്സും എടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന ഒരു ഫ്രോഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ 3ാമത്തെ പോയിന്റ് ആയിരുന്നു ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്തായിരുന്നു, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്, അതായത് സെക്കൻഡറി ഒബ്ജക്റ്റിലെ സെക്കൻഡ് വണ്ണായ ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് പോയിന്റ്, ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ദിസ് ടൈപ്പ് ഓഫ് ഫ്രോഡ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ഡിസ്കവർ. ഇറ്റ് ഈസ് യൂഷ്വലി കമ്മിറ്റഡ് ബൈ ആരാണ്, ഡയറക്ടേഴ്സ് ഓർ മാനേജർ ഓർ അതർ റെസ്പോൺസിബിൾ ഒഫീഷ്യൽസ്, കുറച്ച് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഹെഡ്സ് ലെവലിൽ നിൽക്കുന്നവർ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു എററല്ല, ഫ്രോഡാണ് ഈ പറഞ്ഞതുപോലെ ഫ്രോഡിലെ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ബിക്കോസ് അക്കൗണ്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അവരാണല്ലോ, അക്കൗണ്ടിൻ്റെ ആ ഒരു ലെവലിലുള്ള ടോപ്പ് ലെവൽ എംപ്ലോയീസ് ആയിട്ടുള്ളവരാണ്. അവരുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഫ്രോഡിൻ്റെ ചാൻസാണ് ഇവിടെ പറയുന്നത്. ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് മേ ബി റിസോർട്ടഡ് ടു ബൈ നോട്ട് പ്രൊവൈഡിങ് എനി ഡിപ്രിസിയേഷൻ, പ്രൊവൈഡിങ് ലെസ് ഡിപ്രിസിയേഷൻ ഓർ പ്രൊവൈഡിങ് മോർ ഡിപ്രിസിയേഷൻ. ചില അസറ്റിന് ഡിപ്രിസിയേഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ ചെറിയ എമൗണ്ട്, ആക്ച്വലി ഉള്ള എമൗണ്ടിനേക്കാളും കുറച്ചോ കൂട്ടിയോ കൊടുക്കുക. ഇതൊക്കെ
ഒരു ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അണ്ടർ വാല്യുവേഷൻ ഓർ ഓവർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ലയബിലിറ്റീസ് ആക്ച്വലുള്ള വാല്യൂവിനേക്കാളും മാറ്റി തിരിച്ചൊക്കെ ഇടുന്നതും എന്താണ്, ഫോൾസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. ബൈ ഷോയിങ് ഫിക്റ്റീഷ്യസ് പർച്ചേസസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ച്വലി ഇല്ലാത്തൊരു പർച്ചേസ് നടത്തുക, അല്ലെങ്കിൽ ഇല്ലാത്തൊരു പേയ്മെൻറ്റ് ഉണ്ടെന്ന് കാണിക്കുക. ആ ഒരു ചാൻസസും എവിടെയുണ്ട്, ഫ്രോഡുലന്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പുതിയ 3 ടേംസ് ആണ്, ടീമിംഗ് ആൻഡ് ലേഡിംഗ് ആൻഡ് കിറ്റിംഗ്. ഫസ്റ്റ്, ടീമിംഗ് ആൻഡ് ലേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈസ് ഓഫ് മിസ്അപ്രോപ്രിയേറ്റിംഗ് ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് ടീമിംഗ് ആൻഡ് ലേഡിങ്ങിനെ പറയുന്നത്. അതായത് ഇതൊരു ഫ്രോഡായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വലി നമ്മൾ ഈ റോളിംഗ് ഒക്കെ നടത്തില്ല, ആ ഒരു മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ക്രെഡിറ്റിന് നമ്മൾ സെയിൽസ് നടത്തുന്നുണ്ടാവുമല്ലോ, സിമിലർ എമൗണ്ട്സ് പേ ചെയ്യുന്ന പല കസ്റ്റമേഴ്സ് നമുക്കുണ്ടെങ്കിൽ അവർ ഒരാളിൽ നിന്ന് കിട്ടിയ എമൗണ്ട് മറ്റൊരാളുടെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെയിം ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ചിലരുടെ ക്രെഡിറ്റ് പീരീഡ് കുറച്ച് ലോങ് ആക്കിയിട്ട് ചിലരുടെ ആ ഒരു ക്യാഷ് അത്രയും നാളുകൂടെ റോൾ ചെയ്ത് ഇനി അടുത്തൊരാളുടെ ഇതേപോലെ ഒരു പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് അത് റോൾ ചെയ്ത്, അപ്പോൾ പീരിയോഡിക്കലി ഒരു പേയ്മെൻറ്റ് വരുന്ന ഒരു കേസിലാണ് ഈ ടീമിംഗ് ആൻഡ് ലേഡിംഗ് എന്നൊരു മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്നൊരു ഡിവൈസ് വർക്ക് ആവുന്നത്. കിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ മെത്തേഡ് ഓഫ് മിസ്അപ്രോപ്രിയേറ്റിംഗ് ക്യാഷ്. ഇതും ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. നേരത്തെ നമ്മൾ പക്ക ക്യാഷിൽ, റിയൽ ക്യാഷിൽ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ ചെക്കിലാണ് മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നത്. ഈ മെത്തേഡിൽ ഇപ്പോൾ നമ്മൾ ഒരു ചെക്ക് ഡ്രോ ചെയ്തിട്ട് അത് ഒരു ബാങ്കിൽ പോയിട്ട് നമ്മൾ എൻകാഷ് ചെയ്യുന്നു, പക്ഷെ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. മറ്റൊരു ബാങ്കിൽ പോയിട്ട് ഇതേ എമൗണ്ടിന് അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോവൽ നടത്തുന്നു, മറ്റൊരു ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെക്ക് കൊണ്ടുള്ള ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷനാണ് ഈ കിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഓഡിറ്റിംഗ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ആ ഒരു സ്വഭാവം എങ്ങനെയൊക്കെയാണ് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാണ് എന്നുള്ളതും പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഈ ഓഡിറ്റിംഗ് എന്നൊരു പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന ചില ഗുണങ്ങൾ, ചില അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. 3 പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, ഫൈലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ ബോറോയിങ് ഓഫ് മണി ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. നമ്മൾ പറഞ്ഞു ഓഡിറ്റിങ്ങിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂസേഴ്സിന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേളിലുള്ള ഒരു റിലയബിലിറ്റി അല്ലെങ്കിൽ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ് ഈ ഓഡിറ്റിംഗ് എന്ന വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ചെന്നിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലെൻഡറിൻ്റെ അടുത്ത് നിന്നിട്ടായിക്കോട്ടെ ഒരു പർട്ടിക്കുലർ സം ഓഫ് മണി ബോറോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ആണെങ്കിൽ മാത്രമേ അവരത് സെക്യൂരിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ സെറ്റിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ദെൻ സെയിൽസ് ടാക്സ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ആക്ഷൻ അഗൈൻസ്റ്റ് ബാങ്ക്രപ്സി. നമുക്ക് ലീഗലായിട്ടുള്ള എന്ത് മൂവ്മെൻറ്റ്സ് നടത്തണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ്. ദെൻ ഇൻറ്റേർണൽ കൺട്രോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഡിസ്കവറി ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഒരു ഓഡിറ്റിംഗ് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് എംപ്ലോയീസ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റിൻ്റെ സെക്കൻഡറി ഒബ്ജക്ട്സിലൂടെ ഒബ്ജക്റ്റീവിലൂടെ നമ്മളത് എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ദെൻ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് നമ്മുടെ കമ്പനിയോട് അല്ലെങ്കിൽ എൻറ്റിറ്റിയോട് എന്തുമാത്രം എന്താ പറയുക കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അഡ്വൈസ് ടു ദ മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ കൺട്രോളും അക്കൗണ്ട് സിസ്റ്റവും ഒക്കെ നമ്മുടെ ഓഡിറ്റർ വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബെറ്റർമെൻറ്റിലേക്കുള്ള ഒരു ഓപ്ഷനാണ്. ദെൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ട്സ്. യൂണിഫോം ആയിട്ട് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ യൂണിഫോംലി അവർ പക്കാ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുവഴി നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കമ്പനിക്ക് തന്നെയുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ എക്സ്റ്റേണൽ അഫയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ സെറ്റിൽമെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൻ്റെ സമയത്ത്, അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ഗുഡ് വില്ലിൻ്റെ സമയത്ത്
ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് ബിസിനസ്, ഇതിനൊക്കെ എന്താണ് ഓഡിറ്റിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് എല്ലാ കാര്യത്തിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒരു 5 പോയിന്റ് ആണുള്ളത്. ഇൻആക്യുറസി ഓഫ് എവിഡൻസസ്. ഇൻ കേസ് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത് സോഴ്സ് ഡേറ്റാസ് വെച്ചിട്ടാണ്, എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഒപ്പീനിയൻ അല്ലെങ്കിൽ റീസണബിൾ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. ആ എവിഡൻസസ് എന്ന് പറയുന്നത് റിലയബിൾ അല്ലെങ്കിൽ അവിടെ ഒരു ലിമിറ്റേഷൻ തന്നെയാണ് അത്. ദെൻ ലാക്ക് ഓഫ് അബ്സല്യൂട്ട് അഷുറൻസ്. നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഓഡിറ്റിംഗ് ഈസ് എ റീസണബിൾ അഷുറൻസ്. ഒരിക്കലും ഒരു 100% അഷുറൻസ് ഓഡിറ്റിംഗ് തരുന്നില്ല. ഒരു റീസണബിൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അഷുറൻസ് ആണ്. ഒരിക്കലും ഓഡിറ്റിംഗ് ഒരു 100% അഷുറൻസ് നമുക്ക് തരുന്നില്ല. റീസണബിൾ അഷുറൻസ് മാത്രമാണ് തരുന്നത്. അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറഞ്ഞാൽ 100% ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പക്കാ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നതാണ്. ബട്ട് ഓഡിറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു റീസണബിൾ അഡ്ജസ്റ്റ്മെന്റ് അഷുറൻസ് മാത്രമായിരിക്കും. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിഫറെൻ്റ് ആവുന്ന അനുസരിച്ചിട്ട് ഓഡിറ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് കോസ്റ്റ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പ്രൊസീജിയർ. അതുപോലെ തന്നെ ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ഒരുപാട് സോഴ്സ് ഡേറ്റാസ് കാര്യങ്ങളൊക്കെ നമ്മൾ റീകളക്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതും ഈ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസും കൂടെ നമുക്ക് 5 മാർക്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയാനോ ഒക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു എസ് എ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ എങ്കിലും നമുക്ക് ചോദിച്ച് വരാനുള്ള ഒരു സാധ്യത. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ഏരിയ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ്. അക്കൗണ്ടൻസിയും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും മിക്കവാറും ഒരു ഡിഫറൻസ് എങ്കിലുമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബേസിസ് ഓഫ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടൻസിയിൽ എങ്ങനെയാണ്, ഓഡിറ്റിങ്ങിൽ എങ്ങനെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസി എങ്ങനെയാണ് ഒരു കൺസ്ട്രക്റ്റീവ് നേച്ചറിലുള്ളതാണ്, എന്നാൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ നേച്ചറിലുള്ളതാണ്. അക്കൗണ്ടൻസിയിൽ എപ്പോഴും ഈ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ ഓഡിറ്റിങ്ങിന് എങ്ങനെയായിരിക്കും, ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ ഒരു ന്യൂ പ്രിപ്പറേഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. ചെക്കിങ് ആൻഡ് വെരിഫിക്കേഷൻ ഒക്കെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ അക്കൗണ്ടൻസിയിൽ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. സ്കോപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയിൽ എങ്ങനെയാണ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻ വരെയേ ഉള്ളൂ എന്തിൻ്റെ സ്കോപ്പ്, അക്കൗണ്ടൻസിയുടെ സ്കോപ്പ്. എന്നാൽ ഓഡിറ്റിങ്ങിൻ്റെ സ്കോപ്പ് കുറച്ചും കൂടെ എന്താണ്, വൈഡർ ആണ്. എന്തിനാണ്, ടു ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പീരിയഡ് ഓഫ് റെക്കോർഡ്സ് ടു ബി എക്സാമിൻഡ്. ഒബ്ജക്റ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക എന്നുള്ളത്. എന്നാൽ ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, വെരിഫൈസ് ദ ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ്. സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ ആരാണ്, എംപ്ലോയീസ് ആണ്. എന്നാൽ ഒരു ഓഡിറ്ററോ, ഹി ഈസ് എ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ. ആര്, ഓഡിറ്റർ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ആണ്. അറ്റ് ദ സെയിം ടൈം അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു എംപ്ലോയി മാത്രമാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഫ്രം അക്കൗണ്ടൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ മതിയാവും. ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് മാത്രമേ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നവർക്കാണ് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസിനാണ്. ഓക്കെ, ദെൻ ടെന്യൂർ ഓഫ് സർവീസ്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് യൂഷ്വലി എംപ്ലോയി ആണെന്ന് പറഞ്ഞല്ലോ. ടു ആൻ എക്സ്റ്റെൻറ്റ് പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫായിരിക്കും ആര്, അക്കൗണ്ടന്റ്. അതുപോലെയല്ല ഓഡിറ്ററിനെ നമുക്ക് ഇയർ ടു ഇയർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓഡിറ്ററിനെ എത്ര വർഷം കൂടുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു ഓഡിറ്ററിനെ എത്ര വർഷത്തേക്കാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4th ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. അക്കൗണ്ടന്റ് ടു ആൻ എക്സ്റ്റെൻറ്റ് പെർമനന്റ് ആയിരിക്കും. ടെമ്പററി ആയിട്ടുള്ള എംപ്ലോയീസും ഉണ്ട്. പക്ഷേ എന്നാലും ഇയർ ടു ഇയർ ചേഞ്ച് ചെയ്യുന്ന ഒരു കേസ് അവിടെ വരുന്നില്ല. ഓഡിറ്ററിൻ്റെ കേസിൽ അങ്ങനെ ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ല. ഒരു ഓഡിറ്റ് അസൈൻമെൻറ്റ് എത്രത്തോളമാണോ അത്രത്തോളം മാത്രമായിരിക്കും അതിൻ്റെ ഒരു ടെന്യൂർ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നോളജ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്
ഒരു അക്കൗണ്ടന്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓഡിറ്റിങ്ങിന്റെ കേസിൽ അദ്ദേഹത്തിന് വലിയ നോളജ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതേസമയം ഓഡിറ്ററിന് അക്കൗണ്ടന്റിന്റെ നോളജും വളരെ അത്യാവശ്യം ആണ്. ഓഡിറ്റർ മസ്റ്റ് ഹാവ് ദ നോളജ് ഓഫ് അക്കൗണ്ടിങ് ആസ് വെൽ ആസ് ഓഡിറ്റ് ടെക്നിക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയായിരുന്നു, ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോയിൽ, അക്കൗണ്ടൻസിയിൽ ആൻഡ് ഓഡിറ്റിങ്ങിൽ ഉള്ള റെലവൻറ്റ് ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തരുന്ന നോളജ്, സ്കിൽഫുൾ ആയിട്ടുള്ള കോമ്പീറ്റൻസ് എല്ലാം ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെതായിട്ടുള്ള ഒരു നോളജ് മാത്രം മതി, ഓഡിറ്ററിൻ്റെതായിട്ടുള്ള ഒരു നോളജ് റിക്വയർഡ് അല്ല. റാങ്കിങ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരിക്കലും അക്കൗണ്ടൻസി ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടൻസി. അറ്റ് ദ സെയിം ടൈം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയുടെ വർക്കിനെ എന്ത് ചെയ്തിട്ടുള്ളതായിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ വർക്ക് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ ഇയർ ഉള്ള ഒരു വർക്കായിരിക്കും. പക്ഷെ ഓഡിറ്ററിന്റെ വർക്ക് എങ്ങനെയായിരിക്കും, എൻഡ് ഓഫ് ദ ഇയർ മാത്രമായിരിക്കും. പ്രൊഫഷണൽ കൺട്രോൾ ഉണ്ടോ അക്കൗണ്ടന്റിന്? ഇല്ല. നോ പ്രൊഫഷണൽ കൺട്രോൾ ഓവർ അക്കൗണ്ടൻസി. പക്ഷെ എന്താണ്, ഗവേൺഡ് ബൈ പ്രൊഫഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ പഠിച്ചു, ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ടെന്ന് പഠിച്ചു, അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് കംപ്ലൈ ചെയ്യണം ഒരു ഓഡിറ്റർ എന്ന് പഠിച്ചു. അതുപോലെ അക്കൗണ്ടന്റിന് ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ കൺട്രോൾ ഇല്ല. ദെൻ സബ്മിഷൻ ഓഫ് റിപ്പോർട്ട്. അക്കൗണ്ടന്റിന്റെ കേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ഓൺ ഫൈനൽ അക്കൗണ്ട്സ് ഈസ് ടു ബി സബ്മിറ്റഡ് ബൈ ഓഡിറ്റർ. അതാണ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടന്റിന് സാലറി ആയിരിക്കും. പക്ഷേ ആർക്ക്, നമ്മുടെ ഓഡിറ്റർക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫീസ് എന്ന് നമുക്ക് പറയാം. സാലറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഫീസ് എന്ന് നമുക്ക് പറയാം. ഒറ്റ വേർഡിൽ റെമ്യൂണറേഷൻ്റെ കേസിൽ സാലറി, മന്ത്ലി സാലറി, ഓഡിറ്ററിൻ്റെ കേസിൽ ഫീസ്, എഗ്രീഡ് എമൗണ്ട് ഓഫ് ഫീസ് എന്ന് നമുക്ക് സിംപ്ലി ആൻസർ ചെയ്യാവുന്നതാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കൗണ്ടന്റ് ഈസ് അക്കൗണ്ടബിൾ ടു ദ മാനേജ്മെൻറ്റ്. അക്കൗണ്ടന്റ് എപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ ഓഡിറ്റർ എന്ന് പറയുന്ന ആൾ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സിനോടായിരിക്കും എപ്പോഴും ആൻസറബിൾ ആവുന്നുണ്ടാവുക. യെസ്, അപ്പോൾ കമ്പാരിസൺ ഓഫ് അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ദെൻ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് അൻ ഓഡിറ്റർ. നമ്മൾ പറഞ്ഞു ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള, അത്രയും ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണെന്ന് പറഞ്ഞാൽ, ആ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന ഒരാൾക്ക്, ഒരു പ്രൊഫഷണൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിൽ നിൽക്കേണ്ട ഒരാൾക്ക് ഉണ്ടാവേണ്ട എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് വേണം, ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് വേണം. ആർക്ക്? ഓഡിറ്ററിന്. ഒന്ന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, രണ്ട് പേഴ്സണൽ ക്വാളിറ്റീസ്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് പറയുന്നത് ആൻഡ് സിമിലർ അതർ സ്റ്റാറ്റ്യൂട്ട്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. An auditor should be a member of recognized professional body. ഏതാണ് ആ recognized professional body? ICAI, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈ ബോഡി കണ്ടക്ട് ചെയ്യുന്ന എക്സാം ക്വാളിഫൈ ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ ഓഡിറ്റർ എന്ന് പ്രൊഫഷണലി നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓഡിറ്റേഴ്സിനെയാണ് ഓരോ കമ്പനീസും എൻറ്റിറ്റീസും എന്ത് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണ്, ഈ ഒരു പ്രൊഫഷണൽ ബോഡി, അതായത് ICAI എന്ന ഒരു പ്രൊഫഷണൽ ബോഡിയുടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ഹി ഈസ് പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺ പൊസസിങ് നെസസറി കോമ്പീറ്റൻസ് ആൻഡ് സ്കിൽ. നമ്മൾ ഫീച്ചേഴ്സും നേച്ചറും എന്താ പറയുക, ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള ഒരാളായിരിക്കണം ആര്, നമ്മുടെ ഓഡിറ്റർ. ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞു. ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ഒരു 7 പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ച് വെച്ചിരിക്കുക. നമുക്ക് ബൈ നൗ ഏകദേശം മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതേപോലെ തന്നെ essay ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് വായിച്ച് പോയാൽ മാത്രം മതിയാവും. ഓക്കെ, ദെൻ പേഴ്സണൽ ക്വാളിറ്റീസ്. നമ്മൾ
ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ആൻ ഓഡിറ്റർ നോക്കിയപ്പം രണ്ട് രീതിയിലായിരുന്നു, നമ്മൾ രണ്ട് ആസ്പെക്റ്റിലായിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും പേഴ്സണൽ ക്വാളിറ്റീസും. പേഴ്സണൽ ക്വാളിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ, an auditor must be tactful, scrupulously honest. ലോർഡ് ഇതൊരു ഡെഫിനിഷനാണ്. ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ഓഡിറ്റർ മസ്റ്റ് ബി ഓണസ്റ്റ്, ദാറ്റ് ഈസ് ഹി മസ്റ്റ് നോട്ട് സർട്ടിഫൈ വാട്ട് ഹി ഡിസ് നോട്ട് ബിലീവ് ടു ബി ട്രൂ. അദ്ദേഹത്തിന് ട്രൂ ആയിട്ട് തോന്നാത്ത ഒരു കാര്യവും അദ്ദേഹം സർട്ടിഫൈ ചെയ്യാനായിട്ട് പാടില്ല. ആ രീതിയിൽ അദ്ദേഹം എന്തായിരിക്കണം? ഓണസ്റ്റ് ആയിരിക്കണം. ടു ഹിസ് നോളജ് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് ഹി മസ്റ്റ് ടേക്ക് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ ബിഫോർ ഹി ബിലീവ്സ് വാട്ട് ഹി സർട്ടിഫൈസ് ഇസ് ട്രൂ. ആൻഡ് ആ സർട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ്, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇതിങ്ങനെയാണ് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും അതിൻ്റെ എല്ലാ സോഴ്സ് ഡേറ്റയും വെച്ച് കമ്പയർ ചെയ്ത് ജഡ്ജ് ചെയ്ത് വാലുവേറ്റ് ചെയ്ത് അസസ് ചെയ്തതിന് ശേഷം ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു കാര്യം ട്രൂ ആണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. ആൻഡ് ഇൻറ്റഗ്രിറ്റി, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് തന്നെയാണ് ഇൻറ്റഗ്രിറ്റി ആൻഡ് മോറൽ കറേജ്. അതൊക്കെ പ്രൊഫഷണലി വേണം, അതുപോലെ തന്നെ എന്ത് വേണം? പേഴ്സണലി ഉണ്ടാവേണ്ട ഒരാളാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഡിലിഗൻ്റ് ആയിരിക്കണം. മറ്റുള്ള ഒരു ആളുടെ ജഡ്ജ്മെൻറ്റ്, നമ്മുടെ ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റ് മറ്റൊരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റരുത്. ആ രീതിയിലുള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. He must not be influenced directly or indirectly by others. Same things ആണ് നമ്മൾ പറയുന്നത്. And also, he must be prepared to resign rather than sign a false balance sheet and thus give a false report. ഒരു ഫോൾസ് ബാലൻസ് ഷീറ്റ് സൈൻ ചെയ്ത് ഒരു ഫോൾസ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹം റെഡി ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? റിസൈൻ ചെയ്യാൻ. ഇതിനൊരു കറക്റ്റ്, ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റിന് ഒരു കറക്റ്റ് സർട്ടിഫിക്കേഷൻ തരുന്നതിന് പകരം ഞാൻ റിസൈൻ ചെയ്തോളാം എന്ന് പറയാൻ തക്ക ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം ആര്? ഓഡിറ്റർ. He must be prepared to resign rather than sign a false balance sheet. He must try to absolutely impartial, unbiased and independent. നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ആയിരിക്കണം ഒരു ഓഡിറ്റർ കണ്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അൺബയസ്ഡ് ആയിരിക്കണം, പ്രിജുഡൈസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ആ ഒരു ഓഡിറ്റ് വർക്കിനോട് ഉണ്ടാവേണ്ടത്. ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് സീക്രറ്റ്സ് ഓഫ് ഹിസ് ക്ലയൻറ്റ്, അതായത് കോൺഫിഡൻഷ്യാലിറ്റി, ആ ഒരു ഓർഗനൈസേഷൻ്റെ എന്താണ് ഇൻഫർമേഷൻസ് മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളൊരു കാര്യം. അത് പേഴ്സണൽ ക്വാളിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹി ഷുഡ് ഹാവ് എൻ ഇൻക്വയറിംഗ് മൈൻഡ് ടു പ്രോപ്പ് മാറ്റേഴ്സ് ടു ദ ബോട്ടം. ഹി മസ്റ്റ് നോട്ട് അഡോപ്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സസ്പീഷ്യൻ. അതായത് ചില കേസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ കൂൾ ഡൗൺ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരാളായിരിക്കണം എന്നാണ് പറയുന്നത്. ഡെവലപ്പ് എ സ്പിരിറ്റ് ഓഫ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഗുഡ് വിൽ ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ക്ലയൻറ്റും അദ്ദേഹവും തമ്മിലൊരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിവുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ മെത്തേഡിക്കൽ ഇൻ ഹിസ് വർക്ക്. ഹി മസ്റ്റ് എക്സസൈസ് കൺസ്റ്റൻറ്റ് കെയർ, ഫേംനെസ്, പേഷ്യൻസ് ആൻഡ് ഷുഡ് നെവർ ഡു ഹിസ് വർക്ക് മെക്കാനിക്കലി ഒരിക്കലും പെർഫോം ചെയ്യരുത് എന്നുള്ളത് മറ്റൊരു പേഴ്സണൽ ക്വാളിറ്റീസാണ്. അങ്ങനെ കുറച്ചധികം പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഹി മസ്റ്റ് ഫോളോ ദ പ്രൊഫഷണൽ എത്തിക്സ്. അത് പ്രൊഫഷണൽ ക്വാളിറ്റീസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു പേഴ്സണൽ ക്വാളിറ്റി ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ഹി ഷുഡ് ഹാവ് തെറോ ട്രെയിനിങ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻസ്. ഇത് നമുക്ക് പ്രൊഫഷണലി തന്നെ പറയാവുന്ന പോയിന്റ്സ് ആണ് ഈ താഴെ പറയുന്നതൊക്കെ. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു 9th പോയിന്റ് അല്ലെങ്കിൽ ഒരു 8th പോയിന്റ് വരെയാണ് ഒരു പേഴ്സണൽ ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ആ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് വായിച്ചിരുന്നാൽ തന്നെ നമുക്ക് ആൻസർ ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് ആണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഹി ഷുഡ് ഹാവ് ദ കോമൺ സെൻസ്. ഒരു പ്രൊഫഷണൽ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണൽ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കരുതേണ്ട മറ്റൊരു കാര്യമാണ് ഒരു കോമൺ സെൻസ് ഉണ്ടാവുക എന്നുള്ളത്. സോ ഇത്രയുമാണ് പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് എ ഓഡിറ്റർ. So next important topic is ടൈപ്സ് ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് എന്നുള്ളത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ്, ആൻഡ് അതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ബേസിൽ നമുക്കൊരു 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ കണ്ടക്ട് ഓഫ് ഓഡിറ്റിൻ്റെ കേസിൽ നമ്മൾ ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3 ഓഡിറ്റ് ആയിരിക്കും നമുക്ക് ടൈപ്സ് ആയിട്ട്
പഠിക്കാനുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ് ആൻഡ് ഗവൺമെൻറ് ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ബൈ ലോ മാൻഡേറ്ററി ആയിട്ടുള്ള ഓഡിറ്റ് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് നടത്തണമെന്ന് നിയമം പറഞ്ഞിട്ടുള്ള കമ്പനീസിൽ ഓഡിറ്റ് നടത്തുമ്പോൾ അതെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. ഇൻ പ്രൈവറ്റ് കമ്പനീസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് നേച്ചറിലുള്ള കമ്പനീസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് മാൻഡേറ്ററി ബൈ ലോ മാൻഡേറ്ററി ആയിരിക്കില്ല അവർക്ക്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്നിട്ടും അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ പറയുക ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് അവരുടെ റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ കമ്പനി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഡിറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ സ്റ്റാറ്റ്യൂട്ടറി ഫസ്റ്റ് ക്ലാസിഫിക്കേഷനായ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈ ലോ ഓർഗനൈസേഷനിൽ മാൻഡേറ്ററി ആയിട്ട് കമ്പൽസറി ആയിട്ട് നടത്തേണ്ട ഓഡിറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് എനിവേ നിങ്ങൾ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യുക, ദെൻ ആൻസർ ഫ്രെയിം ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്പൽസറി ഓഡിറ്റ് ആണ്. അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചറാണ് നമ്മൾ പറയുന്നത്. ഒരു കമ്പൽസറി ഓഡിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഓഡിറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് സെക്കൻഡ് ഫീച്ചർ. കംപ്ലീറ്റ് ഓഡിറ്റ് ആയിരിക്കണം നടക്കേണ്ടത്. പാർഷ്യൽ ഓഡിറ്റ് ഇസ് നോട്ട് പോസിബിൾ. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കാം. ആൻഡ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ മസ്റ്റ് ബി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ദാറ്റ് ഇസ് എനിവേ ഓഡിറ്റിംഗ് നടത്തേണ്ടത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെ ആയിരിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആണ്. ഇവിടെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പറയുന്നത് പോലെ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആയിരിക്കണം നമ്മുടെ ഓഡിറ്റർ. അതുപോലെ തന്നെ ഓഡിറ്ററിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിനെ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല വെൻ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ആൻഡ് റൈറ്റ്സ്, ലയബിലിറ്റീസ്, ഡ്യൂട്ടീസ് എല്ലാം സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഓൾട്ടർ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഒരു ഫീച്ചറാണ്. ഏതൊക്കെ കമ്പനീസിനാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇലക്ട്രിസിറ്റി കമ്പനി, പബ്ലിക് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, പിന്നെ ലോക്കൽ അതോറിറ്റീസ് ആൻഡ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ്. ഇങ്ങനെയുള്ള കമ്പനീസിന് എന്ത് കമ്പൽസറി ആണ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആണ്. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് വിളിക്കുന്നു? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് വിളിക്കുന്നു. ദെൻ പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ ഇൻ ക്യാരക്ടർ എന്താണ് പ്രൈവറ്റ് ക്യാരക്ടറിലുള്ളവർക്ക് അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഓഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നടത്തുന്ന ഓഡിറ്റാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്നുള്ളത്. There are 3 types of private audit. പ്രൈവറ്റ് ഓഡിറ്റ് സോൾ ട്രേഡറിന്, പാർട്ട്ണർഷിപ്പ് ഫേമിന്, ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നടത്താവുന്നതാണ്. അത് ഇൻ ഡീറ്റെയിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഇത് മാത്രമാണ്. ദെൻ ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ഇൻ ദ നെയിം ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആൻഡ് അതിനെ ഹെഡ് ചെയ്യുന്നത് ആരായിരിക്കും? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള ആയിരിക്കും. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹെഡഡ് ബൈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് 4th മൊഡ്യൂൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ടേമാണ് ഈ ഒരു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആരുടെയാണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ഹെഡ് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആൻഡ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിലാണ് ഫസ്റ്റ് ടൈപ്സ് ഓഫ് പറഞ്ഞത്. ഇനി കണ്ടക്ട് ഓഫ് ഓഡിറ്റിൻ്റെ കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ ആനുവൽ അല്ലെങ്കിൽ പീരിയോഡിക്കൽ അല്ലെങ്കിൽ ഫൈനൽ ഓഡിറ്റ് ഉണ്ടാവാം, ഇൻ്ററിം ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് ക്യാഷ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, പ്രോപ്പർട്ടി ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒരിക്കലും പാർഷ്യൽ ഓഡിറ്റ് ആവാൻ പാടില്ല, കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് ഇവിടുത്തെ ഒരു 8th പോയിന്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റാണ് പാർഷ്യൽ ഓഡിറ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഈ ഓരോ ഓഡിറ്റും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. കണ്ടിന്യൂസ് ഓഡിറ്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് J.R. ബട്ട്ലിബോയ്. എ കണ്ടിന്യൂസ് ഓർ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് നമുക്ക് പേര് പറയാം. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റിനെ പറ്റി തന്നെയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് എന്താ പറയുക, മറ്റ് നെയിമുകൾ ഓരോ ടേംസിൻ്റെയും ഓരോ ടോപ്പിക്കിൻ്റെയും
ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നോട്ട് ചെയ്ത് പോകണം. അപ്പോൾ എന്താണ് ഡെഫിനേഷനിൽ പറഞ്ഞത്? കണ്ടിന്യൂസ് ഓർ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് ബൈ ദ ഓഡിറ്റർ അറ്റൻഡിങ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസിൽ വീക്ക്ലി ആയിക്കോട്ടെ, ഫോർട്ട് നൈറ്റ്ലി ആയിക്കോട്ടെ, മന്ത്ലി, ഡ്യൂറിങ് എ ഹോൾ ഓഫ് ട്രേഡിങ്, അങ്ങനെ ഒരു റെഗുലർ ടേംസിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു ഓഡിറ്റിനെയാണ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ്ഫുൾ ആവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിക്വയർഡ് ആഫ്റ്റർ എ ഷോർട്ട് ഇൻ്റർവെൽ. ഇന്റേണൽ ചെക്ക് ഈസ് നോട്ട് എഫക്റ്റീവ്. ഇന്റേണൽ സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് സിസ്റ്റം വെൽ പെർഫോമിംഗ് അല്ലാത്തൊരു എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ഓഡിറ്റ് നടക്കുന്നതിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ദെൻ വെൻ ബിസിനസ് ലാർജ് ആവുന്നതും ട്രാൻസാക്ഷൻസ് ന്യൂമറസ് ആവുന്ന സിറ്റുവേഷനിലും എന്താണ്, കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. Where audit statements are required immediately after the close of financial year, as in case of bank. ബാങ്കിൻ്റെയൊക്കെ കേസിലെ പോലെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ടു ദ നെക്സ്റ്റ് ഡേ തന്നെ അവരുടെ ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ഓഡിറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാം. വെയർ സെയിൽസ് എഫക്റ്റഡ് വെരി ലാർജ് സ്കെയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ അവിടെയും എന്ത് ബെറ്റർ ആയിരിക്കും, കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ബെറ്റർ ആയിരിക്കും. കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ് നോക്കുമ്പോൾ എല്ലാ റെക്കോർഡ്സും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ദെൻ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റിങ്ങിന്. അത് ഇത്ര ടൈം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനും ആ ഒരു പ്ലാൻ അനുസരിച്ച് സിസ്റ്റമാറ്റിക്കലി അത് പെർഫോം ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ helps in the preparation of interim accounts for declaring interim dividend ഒക്കെ ഡിക്ലെയർ ചെയ്യേണ്ട കേസ് വരുമ്പോഴത്തേക്കിനും interim accounts ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഓഡിറ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഓഡിറ്റ് വളരെ ബെനിഫിഷ്യൽ ആണ്. ഓൾസോ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ്. എന്തെങ്കിലും ഫ്രോഡ് എറർ ടുവേർഡ്സ് ഫിനാൻഷ്യൽ എൻഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാളും ആ ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഏർലി അത് ഡിറ്റക്ട് ചെയ്യുന്നതോടെ നമുക്ക് ഏർലി അത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. ദെൻ എഫിഷ്യൻസി ഓഫ് അക്കൗണ്ട് സ്റ്റാഫ് ടു മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ്. കണ്ടിന്യൂസ്ലി ഒരു ഓഡിറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഓഡിറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫ് അപ് ടു ഡേറ്റ് ആയിരിക്കും എന്നുള്ളതും ഒരു ബെനിഫിറ്റ് ആണ്. ആൻഡ് വാല്യുബിൾ സജഷൻസ്. മാനേജ്മെൻറ്റിന് കണ്ടിന്യൂസ്ലി ഓഡിറ്റ് നടത്തുന്നതിലൂടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സജഷൻസ് ഒരു ഫൈനൽ ഓഡിറ്റിനേക്കാളിലും നന്നായിട്ട് കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഓഡിറ്ററിന് മാനേജ്മെൻറ്റിന് കൊടുക്കാൻ കഴിയും. അറ്റ് ദ സെയിം ടൈം ഈ ഇയർ എൻഡ് കഴിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ പ്രിവെൻറ്റീവ് ആൻഡ് മോറൽ ചെക്ക് അഗൈൻസ്റ്റ് ഫ്രോഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറർ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെൻസീവ് ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എൻ എക്സ്പെൻസീവ്. ഇറ്റ് മേ നോട്ട് സ്യൂട്ട് ദ ബഡ്ജറ്റ് ഓഫ് സ്മോൾ ഓർഗനൈസേഷൻ. സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ്റെ ബഡ്ജറ്റിൽ അത് നിൽക്കണം എന്നുണ്ടാവില്ല. ഓഡിറ്ററിൻ്റെ ഫീസ് തന്നെ ഹെവി ആയിരിക്കും. അതുപോലെ തന്നെ അതിന് മറ്റ് ഓപ്പറേഷണൽ ആയിട്ടുള്ള എക്സ്പെൻസുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിസ്ലൊക്കേഷൻ ഓഫ് റൂട്ടീൻ വർക്ക് ഓഫ് എ ക്ലയൻറ്റ് സ്റ്റാഫ്. അല്ലെങ്കിൽ എംപ്ലോയീസ് റൂട്ടീൻ വർക്ക്സ് ചെയ്യുന്നതിനിടയ്ക്ക് വന്നിട്ട് ഒരാൾ എപ്പോഴും എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറയാവുന്ന ഒരു പോയിൻ്റാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീക്വൻറ്റ് വിസിറ്റ് ബൈ ഓഡിറ്റർ മേ പ്രൊവൈഡ് സ്കോപ്പ് ഫോർ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് ഓഡിറ്റർ. ഫ്രീക്വൻ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയി അവരുടെ കൂട്ടത്തിലൊരു കൊളീഗ് എന്ന രീതിയിൽ തന്നെ ഇൻട്രാക്ട് ചെയ്ത് അത് നമ്മുടെ ഓഡിറ്ററിൻ്റെ ഇൻഡിപെൻഡൻസിനെ വേറൊരു രീതിയിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓഡിറ്റർ മേ ലൂസ് കണ്ടിന്യൂറ്റി. ഇത് ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ആവുന്ന ഒരു പ്രോസസ്സല്ല കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അവർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണ്. മറ്റേതെന്തായിരുന്നു, ഫൈനൽ ഓഡിറ്റ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വൺസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് വർക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ഇതെന്താണ്, കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ത്രൂ ദ പ്രോസസ് അക്കൗണ്ടൻസിയുടെ പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്നത് കൊണ്ട് ഓഡിറ്ററിന് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ.
ഈ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് പറഞ്ഞത് എങ്ങനെയൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാം എന്നുള്ളതാണ് താഴെ പറയുന്ന പോയിന്റ്സ്. ദർ ഷുഡ് ബി എ സ്ട്രിക്റ്റ് റൂൾ പ്രൊഹിബിറ്റിംഗ് ഓൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ചെക്ക്ഡ് ബൈ ദ ഓഡിറ്റർ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓൾട്ടറേഷൻസ് ഒക്കെ ഇൻ ബിറ്റ്വീൻ ദ ഇയേഴ്സ് ഓൾട്ടറേഷൻസ് വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താവുന്നതാണ് അല്ലേ. അങ്ങനെ ഉള്ള ഒരു പോസിബിലിറ്റി വൺസ് ഓഡിറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ എമൗണ്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരിക. അത് ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് ലിമിറ്റേഷൻസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഈച്ച് വിസിറ്റ് വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് അപ് ടു ദ പെർട്ടിക്കുലർ സ്റ്റേജ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഒരു കണ്ടിന്യൂസ് ഓഡിറ്റിൽ തന്നെ സ്റ്റേജസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് അല്ലെങ്കിൽ ഡെഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് ഇന്ന സമയത്തിനുള്ളിലുള്ള റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രശ്നവും നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓഡിറ്റർ ഷുഡ് യൂസ് സ്പെഷ്യൽ ടിക്സ് വൈൽ ചെക്കിംഗ് ഓൾട്ടേർഡ് ഫിഗേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഇൻറ്റേർണലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ടൊക്കെ കൊടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ കുറച്ചും കൂടി ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നോമിനൽ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കണം, ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഫൈനൽ ക്ലോസിങ്. നോമിനൽ അക്കൗണ്ട്സ് ഫൈനൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാത്രം ചെക്ക് ചെയ്യുക. പിന്നെ ഇറ്റ് ഈസ് ഡിസൈഡബിൾ ഫോർ ഓഡിറ്റർ ടു അറേഞ്ച് ഹിസ് വിസിറ്റ് ടു ദ ഗവൺമെൻറ് ബിസിനസ് അറ്റ് ഇറഗുലർ ഇൻ്റർവെൽസിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ക്ലയൻസിൻ്റെ ഫ്രോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ, എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു വിസിറ്റ് എന്നൊക്കെ പറയില്ലേ, ഒരു സർപ്രൈസ് എക്സാം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഇറഗുലർ ഇൻ്റർവെൽസിൽ വിസിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഓഡിറ്റർ വരുമെന്ന് അവർക്കറിയില്ലല്ലോ. സോ അവരെപ്പോഴും വിജിലൻ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കും. Then auditor should glance over the past work done. Auditor once irregular intervals കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനും പാസ്റ്റ് വർക്കിലേക്ക് ഒരു ലുക്ക് ബാക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് സെറ്റ് ഓഫ് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ടു പ്രിവെൻറ്റ് കൊല്യൂഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് സ്റ്റാഫ് ആൻഡ് ഹിസ് സ്റ്റാഫ്, the auditor may rotate the work among his staff. ഓഡിറ്ററിൻ്റെ സ്റ്റാഫും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ സ്റ്റാഫും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്ററിന് അവരുടെ സ്റ്റാഫിനെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരാനും അത് നമുക്ക് പ്രിക്കോഷനായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. There should be proper care in supervising the work and in the use of audit notebook wherever necessary. Then auditor should plan his audit work in such a way that no part of his work is left undone. അത് നമുക്ക് എന്താ പറയുക, എനിവേ ഓഡിറ്റർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ എനിവേ ഓഡിറ്ററിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആനുവൽ അല്ലെങ്കിൽ പീരിയോഡിക്കൽ ഓർ ഫൈനൽ ഓഡിറ്റ് എന്നുള്ളത്. ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഡിറ്റ് വർക്ക് ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ എൻഡിന് ശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റ് വർക്കിനെയാണ് ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓഡിറ്റർ വിസിറ്റ് ദ ക്ലയൻറ്റ് ആൻഡ് കംപ്ലീറ്റ്സ് ദ ഓഡിറ്റ് വർക്ക് ഇൻ വൺ സിറ്റിംഗ്. ഒരു ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ്, ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സ്മോൾ കൺസേൺ. സ്മോൾ എൻ്റർപ്രൈസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫൈനൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഒരു ആനുവൽ ഓഡിറ്റ്, പീരിയോഡിക്കൽ ഓഡിറ്റ് ഒക്കെ മതിയാവും. ഇതിൽ ഏത് പേര് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. സോ നെയിംസ് എല്ലാം, ഓൾട്ടർനേറ്റീവ് നെയിംസ് എല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കാം. പീരിയോഡിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇസ് വൺ വെയർ ഓഡിറ്റർ അറ്റൻഡ്സ് ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ പീരിയഡ്, നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെ, ആൻഡ് സർട്ടിഫൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ആഫ്റ്റർ സ്ക്രൂട്ടനൈസിങ് ദ സെയിം വിത്ത് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് വൗച്ചേഴ്സ്. അത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഡിഫൈൻ ഫൈനൽ ഓഡിറ്റ് എന്ന് ചോദിച്ചാൽ എഴുതാനായിട്ട് പഠിച്ചിരിക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് എഫക്ട്, നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റ് പറഞ്ഞിരുന്നായിരുന്നു, റൂട്ടീൻ വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഫൈനൽ ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ റൂട്ടീൻ വർക്ക്സിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് പോയിന്റ്. ദെൻ ചാൻസസ് ഓഫ് ഓൾട്ടറേഷൻ ഓഫ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആർ ലെസ് ഇൻ ഇറ്റ്. ഓഡിറ്റഡ് അക്കൗണ്ട്സ് കണ്ടിന്യൂസ്ലി ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നോട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൺസ് ഓഡിറ്റ് ചെയ്യപ്പെട്ട ഫിഗേഴ്സ് പിന്നെ ഓൾട്ടർ ചെയ്യാനുള്ള ചാൻസ് അവിടെയുണ്ട്. പക്ഷേ ഫൈനൽ ഓഡിറ്റിൽ അങ്ങനെ ഒരു കേസില്ല.
ആസ് വർക്ക് ഈസ് കംപ്ലീറ്റ് ഇൻ വൺ സിറ്റിംഗ് കണ്ടിന്യൂറ്റി ലോസ്റ്റ് ആവുന്ന ഒരു കേസും വരുന്നില്ല. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ കംപ്ലീറ്റഡ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിംഗ് അല്ല. കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഓഡിറ്റിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ തന്നെയാണ് ഫൈനൽ ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Audited accounts may not be available immediately after the close of year. ഇയർ എൻഡ് ആവുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഇവിടെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് ചെയ്യില്ല, ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടത്തില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. ദെൻ കംപ്ലീറ്റ് ചെക്കിംഗ് ഓഫ് ഓൾ റെക്കോർഡ്സ് പോസിബിൾ അല്ല. ഡേ ബൈ ഡേ ഓരോ ട്രാൻസാക്ഷൻസും എന്താ പറയുക റെക്കോർഡ് ചെക്ക് ചെയ്യുന്നത് പോലെ ഫൈനൽ ഓഡിറ്റിൽ അത് പോസിബിൾ ആയിരിക്കില്ല. ഫ്രോഡ് ആൻഡ് എറേഴ്സ് അൺഡിറ്റക്റ്റഡ് ആയിട്ട് കിടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ബിഗ് കൺസേൺസ് അല്ലെങ്കിൽ ന്യൂമറസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നിടത്ത് ഒരു ഫൈനൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അത്രത്തോളം വർക്ക് ആവാൻ സാധ്യതയില്ലാത്തൊരു ഓഡിറ്റാണ്. ദെൻ വന്നിട്ട് ഇൻ്ററിം ഓഡിറ്റ്. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ 2 ആനുവൽ ഓഡിറ്റ്സിന് ഇടയിൽ നടക്കുന്ന ഒരു ഓഡിറ്റിനെയാണ് ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ക്യാരിങ് ഔട്ട് ഓഡിറ്റ് വർക്ക് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ or during the middle of financial year in order to ascertain interim profit or loss. Interim profit or loss നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആനുവൽ ഓഡിറ്റിൻ്റെ ബിറ്റ്വീൻ നടക്കുന്ന ഒരു ഓഡിറ്റാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാനില്ല. ദെൻ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിലേറ്റ്സ് ടു ദ വെരിഫിക്കേഷൻ ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ് അപ്പോൾ? ആൻ അറ്റംപ്റ്റ് ഈസ് മെയ്ഡ് ടു ഇവാലുവേറ്റ് വേരിയസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സ്. മാനേജ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, പ്രോസസ്സസ്, സിസ്റ്റം, ആ ഒരു സിസ്റ്റത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓഡിറ്റ് നടത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നു. യെസ്, ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എയിം അറ്റ് ഇംപ്രൂവിങ് ദ ഓപ്പറേഷൻസ് ഓഫ് ബിസിനസ്. ബിസിനസിൻ്റെ ഓപ്പറേഷൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓപ്പറേഷണൽ ഓഡിറ്റ്. യെസ്, ക്യാഷ് ഓഡിറ്റ് എന്താണ്? ചെക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ക്യാഷ് ആൻഡ് ബാങ്ക് വിത്ത് ദ വൗച്ചേഴ്സ് ആൻഡ് അതർ ഡോക്യുമെൻറ്റ്സ്. അങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് അല്ലെങ്കിൽ എക്സാമിനേഷനാണ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Then it comes partial audit എന്താണെന്നുള്ളത്. When an auditor is asked to audit certain category of transactions and transactions made during a part of period, it is known as partial audit. Complete audit ഹാൻഡ് ഓവർ ചെയ്യാതെ ചില പ്രത്യേക ഏരിയ ഓഫ് വർക്ക് കൊടുത്തിട്ട് ഏരിയ ഓഫ് ട്രാൻസാക്ഷൻസ് കൊടുത്ത് അതിനെ മാത്രം ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഒരു ടൈം പീരീഡിനുള്ളിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ ഓഡിറ്റ് ചെയ്യുക എന്നൊരു കേസാണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഓഡിറ്റ് എന്ന് പറയുന്നത് കൺസേൺഡ് വിത്ത് വെരിഫൈങ് ദാറ്റ് ദർ ഇസ് നോ ലീക്കേജ് ഓഫ് റവന്യൂ ആൻഡ് വേസ്റ്റേജ് ഓഫ് ഫണ്ട് നോയിങ്ലി ഓർ അൺനോയിങ്ലി. അറിഞ്ഞോ അറിയാതെയോ ലീക്കേജ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ റവന്യൂ വേസ്റ്റ് ഫണ്ട് ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് പ്രൊപ്പറേറ്ററി ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റ് എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് ദ കറക്റ്റ്നെസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഫ് ദ അഡയറൻസ് to the cost accounting plan. Verification and correctness of cost accounts. കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ കറക്റ്റ്നെസ്സിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. കോസ്റ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ദെൻ ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീ എക്സാമിനിങ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഫോർ ദ പർപ്പസ് ഓഫ് അസസിങ് ടാക്സ് ഈസ് നോൺ ആസ് ടാക്സ് ഓഡിറ്റ്. ടാക്സ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റഡ് അക്കൗണ്ട്സിനെ എന്ത് ചെയ്യുന്നു? റീ അസസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ടാക്സ് ഓഡിറ്റ് എന്നുള്ളത്. അതിനൊരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഡെഫിനിഷൻ എന്ത് ചെയ്യാം? പഠിച്ചു വയ്ക്കുക. എ ടാക്സ് ഓഡിറ്റ് ഈസ് എക്സാമിനേഷൻ. അത് ഒരു ഓഡിറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ടാക്സ് ഓഡിറ്റ് ഈസ് ആൻ എക്സാമിനേഷൻ എന്താണ്? ഓഫ് എ ടാക്സ് പേയേഴ്സ് ബിസിനസ് റെക്കോർഡ്സ്. വെറും ഒരു ബിസിനസ് മാൻ്റെ അല്ല, ടാക്സ് പെയർ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ്റെ റെക്കോർഡ്സ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സാമിൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻകം ഡിക്ലെയർഡ് ആൻഡ് എമൗണ്ട് ഓഫ് ടാക്സ് കാൽക്കുലേറ്റഡ് ആൻഡ് പെയ്ഡ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. യെസ്, ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ടാക്സ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടാക്സ് ഓഡിറ്റ് ഈസ് ടു ബി ഡൺ ബൈ എൻ അക്കൗണ്ടൻറ്റ് ഡിഫൈൻഡ് ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റ് ആണ് എന്ത് കണ്ടക്ട് ചെയ്യേണ്ടത്? ടാക്സ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്.
അവിടെ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആസ് പെർ സെക്ഷൻ 7 ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. നമ്മൾ അതിനോട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ICAIയുടെ കീഴിൽ മെമ്പർഷിപ്പുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെയാണ് ഓഡിറ്റ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. And ICAI has prescribed a ceiling of 30 tax audits per chartered accountant. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് 30 ടാക്സ് ഓഡിറ്റ്സ് മാത്രമേ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ലൈഫ് ടൈമിലല്ല, അതിനൊരു പീരീഡിൽ ഉണ്ടാവും. ആ ഒരു ടൈമിൽ അത്രയും ലിമിറ്റ് ആര് വെച്ചിട്ടുണ്ട്? ICAI പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇനി ടാക്സ് ഓഡിറ്റിന് ഒരു 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കമ്പൽസറി ഓഡിറ്റ്, ഓഡിറ്റ് ഫോർ ക്ലെയിമിംഗ് എക്സംഷൻ ആൻഡ് ഡിഡക്ഷൻസ്, സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ്. യെസ്, സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഓക്കെ, അപ്പോൾ കമ്പൽസറി ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 44AB ഇൻകം ടാക്സ് ആക്ടിൻ്റെ സെക്ഷൻ 44AB പ്രകാരം ചില കമ്പനീസ് അല്ലെങ്കിൽ ചില എൻറ്റിറ്റീസിന് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൽസറി ടാക്സ് ഓഡിറ്റ് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾക്ക് നടത്തുന്ന ഓഡിറ്റിനെ തന്നെയാണ് കമ്പൽസറി ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ഫോർ ക്ലെയിമിംഗ് എക്സെപ്ഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. സെക്കൻഡ് വണ്ണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് ചില എൻറ്റിറ്റീസിന്, ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സെപ്ഷൻസ്, ഡിഡക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസിൽ അവരുടെ ഒരു കണ്ടീഷനാണ് ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് എന്താവുള്ളൂ? അവൈലബിൾ ആകുള്ളൂ. സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അസസിങ് ഓഫീസർ, ടാക്സ് കളക്ട് ചെയ്യുന്ന അസസിങ് ഓഫീസർ തന്നെ ഒരു അക്കൗണ്ടൻറ്റിനെ നോമിനേറ്റ് ചെയ്ത് ആ അക്കൗണ്ടൻറ്റ് നടത്തുന്ന ഓഡിറ്റിനെയാണ് സെലക്റ്റീവ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് ടാക്സ് ഓഡിറ്റിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. സോ ടാക്സ് ഓഡിറ്റ് പഠിച്ചതുപോലെ വേറൊരു ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് എന്ത്? പെർഫോമൻസ് ഓഡിറ്റ് എന്നുള്ളത്. പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. പെർഫോമൻസ് ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ യെസ്, പെർഫോമൻസ് ഓഡിറ്റ് is an assessment of activities of an organization. Assessment of activities of an organization. നമുക്കറിയാം എക്സാമിനേഷൻ ആണെങ്കിൽ അസസ്മെൻ്റ് ആണ്, ഇവാലുവേഷൻ ആണ് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പെർഫോമൻസ് ഓഡിറ്റ് ചെയ്യുന്നത്? ടു സീ ഇഫ് റിസോഴ്സസ് ആർ ബീങ് മാനേജ്ഡ് വിത്ത് ഡ്യൂ റിഗാർഡ് ഫോർ എക്കോണമി, efficiency and effectiveness, and accountability requirement are being met reasonably. നമ്മുടെ റിസോഴ്സസ് വെൽ മാനേജ്ഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് റിഗാർഡ് ഫോർ ഇക്കണോമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്സിലേക്ക്. നമുക്ക് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ഇക്കോണമിക്കലായിട്ടുമാണ് നമ്മുടെ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പെർഫോമൻസ് ഓഡിറ്റ് എന്നുള്ളത്. യെസ്, പെർഫോമൻസ് ഓഡിറ്റിനകത്ത് വേരിയസ് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് അസസ്മെൻറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് ഓഡിറ്റർ ഫോർമുലേറ്റ്സ് എ ജഡ്ജ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ എവിഡൻസ്. പെർഫോമൻസ് ഓഡിറ്റിൽ ഓഡിറ്റർ ഒരു അസസ്മെൻറ്റ് നടത്തും. ആൻഡ് ആക്ടിവിറ്റീസ്. പെർഫോമൻസ് ഓഡിറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ആയിരിക്കും പെർഫോമൻസ് ഓഡിറ്റ് നടക്കുന്നുണ്ടാവുക. റിസോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യും? റിസോഴ്സസ് ഓഫ് ഓർഗനൈസേഷനെ നമ്മൾ വെൽ അസസ് ചെയ്യുന്നതായിരിക്കും. എവിടെയാണ്? പെർഫോമൻസ് ഓഡിറ്റിൽ. മാനേജ്മെൻറ്റ് കവേഴ്സ് സച്ച് ഫങ്ഷനിങ് ആസ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, റിസോഴ്സിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. Then efficiency and effectiveness. Efficiency refers to the relationship of inputs and outputs. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യൂട്ടിലൈസേഷൻ ഓഫ് മാക്സിമം റിസോഴ്സസ് എന്നുള്ളതാണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഓർഗനൈസേഷൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്ട്സ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ എത്രത്തോളം അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജേഴ്സ് ടു ക്യാരി ഔട്ട് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എലമെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡെഫിനിഷനും എലമെൻറ്റ്സും
നമുക്ക് ഇൻ്റർചേഞ്ചബിളി പഠിക്കാൻ പറ്റുന്നതാണ്, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. പെർഫോമൻസ് ഓഡിറ്റിൻ്റെ എലമെൻറ്റ്സ്, ഫസ്റ്റ് വൺ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ്സ് ആൻ അസസ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അസസ്മെൻ്റ് ആയിരുന്നു. എന്തിൻ്റെയായിരുന്നു അസസ്മെൻറ്റ്? ആക്ടിവിറ്റീസ് ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ. ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ എലമെൻറ്റിൽ ഇൻ ഡീറ്റെയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ എന്തിനാണ് ഈ പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ പോയിന്റ്സ്. അസസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷൻ, വെദർ റിസോഴ്സസ് ഹാവ് ബീൻ പ്രൊക്യൂർഡ് അറ്റ് ദ റൈറ്റ് എമൗണ്ട്, അറ്റ് ദ റൈറ്റ് പ്ലേസ്, അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് കോസ്റ്റ്. നമ്മുടെ റിസോഴ്സസ് വെൽ മാനേജ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പെർഫോമൻസ് ഓഡിറ്റ് നടത്തുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഏത് ടൈമിലാണ്, ഏത് സമയത്താണ്, എത്ര എമൗണ്ട് ആണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ്, എത്ര കോസ്റ്റിലാണ് നമ്മുടെ റിസോഴ്സസ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളത് അസസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നു. എഫക്റ്റീവ്നെസ് ഓഫ് പ്രോഗ്രാം, നമ്മൾ നേരത്തെ ഡെഫിനിഷനിലും എലിമെൻസിലും കണ്ടതുപോലെ എഫക്റ്റീവ്നെസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ പറയുക, മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് റിവ്യൂ ഓൾ ദ ഫേസസ് ഓഫ് മാനേജ്മെൻറ്റ് സച്ച് ആസ് പ്ലാനിങ്, ഓർഗനൈസേഷൻ, റിസോഴ്സിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. മാനേജ്മെൻറ്റിൻ്റെ ലെവലിലുള്ള എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്, റിവ്യൂ ചെയ്യുന്നുണ്ട്. ഏതിൽ? പെർഫോമൻസ് ഓഡിറ്റിൽ. ദെൻ അടുത്തൊരു ടൈപ്പാണ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓർ അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് പ്ലാൻഡ് ഗോൾസ് ഇൻ ദ ഏരിയാസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനുമുള്ളൊരു സൊസൈറ്റിയോട് അല്ലെങ്കിൽ അതിന് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരോട് ഈ എൻറ്റിറ്റിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏരിയയിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റാണ് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളത്. അതിന് രണ്ട് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിഷൻ ദാറ്റ് അറ്റ് സം ഫ്യൂച്ചർ ടൈം കോർപ്പറേഷൻ വിൽ അസസ് ദെയർ സോഷ്യൽ പെർഫോമൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ദേ നോ അസസ് ദെയർ ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഡിഫൈൻ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നാൽ ഒരു 2 മാർക്സിനൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ആൻസർ ചെയ്യാനായിട്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. എന്തൊക്കെയാണ് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് സോഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സോഷ്യൽ പെർഫോമൻസ് വെരിഫൈ ചെയ്യാനായിട്ട്. ഫിക്സ് സ്പെഷ്യൽ ഗോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, പുതിയ ഗോൾസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. ക്രിയേറ്റ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. കൺസേൺഡ് പെർഫോമൻസിനെ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ഏത് ഏരിയയിലാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏരിയയിലുള്ളത്. അതുപോലെ തന്നെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അതിനും ഈ സോഷ്യൽ ഓഡിറ്റ് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. അത് സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ റിലേഷൻഷിപ്പ് ഓഫ് കമ്പനീസ് ആക്ടിവിറ്റി കൺസേണിങ് ഇറ്റ്സ് എംപ്ലോയീസ്, പബ്ലിക് ആൻഡ് കസ്റ്റമേഴ്സ്. എംപ്ലോയീസുമായിട്ടും അതുപോലെ തന്നെ പബ്ലിക്കുമായിട്ടും അറ്റ് ദ സെയിം ടൈം കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്പനിയുടെ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ടാണ് സോഷ്യൽ ഓഡിറ്റ് വർക്ക് ചെയ്യുന്നത്. യെസ്. ദെൻ നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ നമുക്ക് ഇപ്പോൾ പഠിക്കാനില്ല. ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഇത് നമുക്ക് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് AAS എന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് താഴോട്ട് നോക്കാം. മീനിങ് എന്താണെന്ന് വെച്ചാൽ AAS അതായത് ഓഡിറ്റിംഗ് ആൻഡ് assurance standard are the benchmark by which quality of audit performance can be measured and the achievement of objectives can be documented. ഒരു benchmark ആണ്, അതൊരു എന്താ പറയുക, ഒരു benchmark ആണ്, അതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഓഡിറ്റ് പെർഫോമൻസിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ ജനറൽ ഗൈഡ് ലൈൻസ് ഗിവൺ ബൈ പ്രൊഫഷണൽ ബോഡീസ്. ആരാണ് ഗിവൺ ചെയ്യുന്നത്? ബൈ പ്രൊഫഷണൽ ബോഡീസ്. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഡിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് പ്രാക്ടീസസ്, ഓഡിറ്റിംഗ് പ്രാക്ടീസസ് എല്ലാം എന്താ പറയുക ഒരു പ്രോപ്പർ ഫോമാറ്റിലായിരുന്നു. അതുപോലെ തന്നെ എൻഷുർ എഫക്റ്റീവ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഗൈഡൻസ് ടു ഓഡിറ്റേഴ്സിന് ഗൈഡൻസ്, യൂണിഫോം പ്രസൻറ്റേഷൻ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ യൂണിഫോംലി പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്തരമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എന്ത് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ്. സോ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് റോൾ ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. എസ് എ ക്വസ്റ്റിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയ ആണ്. ആൻഡ് റോള് മാത്രമായിട്ടായിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. AAS എന്താണ് അതിൻ്റെ മീനിങ് പറയുക അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടാവുക. ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സെൻറ്റൻസ് ആണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓഡിറ്റിംഗ് പ്രാക്ടീസ് കമ്മിറ്റി എന്നായിരുന്നു ഈ AASBയുടെ നേരത്തെ നെയിം. ഇത് ICAI കൺവേർട്ട് ചെയ്ത് 2002 കൺവേർട്ട് ചെയ്ത് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്നാക്കിയതാണ്. യെസ്, അത് ജസ്റ്റ് 2 മാർക്സ് ക്വസ്റ്റിന് വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു 8 പോയിന്റ്സ് ആണ് റോൾ ആയിട്ട് പറയുന്നത്. ജസ്റ്റ് വായിച്ചു വെച്ചിരിക്കുക. കുറച്ച് ബൈഹാർട്ടിങ് വേണ്ട ഒരു ഏരിയ തന്നെയാണ്. എല്ലാം കീവേഡ്സ് തന്നെയാണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. അത് എസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും ടെക്സ്റ്റിലും പറഞ്ഞിട്ടുള്ളത്. അതിൽ കട്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. അത് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ആൻസർ ചെയ്യുമ്പോൾ എന്താണ് AAS എന്ന് ഫസ്റ്റ് എഴുതുക. അതിന് ശേഷം മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എഴുതുക. ദെൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് 15 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.